നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. സെൻകുമാർ വിഷയത്തിൽ സർക്കാരിനെ സഭയിൽ പ്രതിരോധത്തിലാക്കി പ്രതിപക്ഷം. DGP ആരെന്ന് പറയാൻ കഴിയാത്തത് ലജ്ജാവഹമെന്ന് പ്രതിപക്ഷം. DGP ആരാണ് എന്ന് അങ്ങേക്കൊന്ന് വ്യക്തമാക്കാം. സർ, DGPയെ നിശ്ചയിക്കുന്ന സർക്കാരാണ്. DGPയെ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെ ആ കാര്യം നിലനിൽക്കുകയാണ്. സുപ്രീം കോടതി വിധി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി. ഉത്തരവിൽ വ്യക്തത തേടി സർക്കാർ സുപ്രീം കോടതിയിൽ നാളെ ഹർജി നൽകും. പോലീസിന് വീഴ്ച പറ്റിയെന്ന് നിയമസഭയിൽ സമ്മതിച്ചു മുഖ്യമന്ത്രി. LDFന്റെ കാലത്ത് നടക്കാൻ പാടില്ലാത്തത് പലതും സംഭവിച്ചു. UDF ഭരണത്തിന്റെ ഹാങ് ഓവറാണ് പ്രശ്നമെന്നും മുഖ്യമന്ത്രി. UAP അസാധാരണ സന്ദർഭത്തിൽ മാത്രമേ ഉപയോഗിക്കൂവെന്നും ഉറപ്പ്. ജവാന്മാരുടെ മൃതദേഹം വികൃതമാക്കിയ പാക് സൈന്യത്തിന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ. 7 പാക് സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ട്. പാക് സൈന്യത്തിനൊപ്പം ഭീകരരും അതിർത്തി കടന്നെത്തിയെന്ന് BSF. ആരോപണം നിഷേധിച്ചു പാകിസ്ഥാൻ. അനന്തനാഗ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. മഹിജയ്ക്കെതിരായ സർക്കാർ പരസ്യം മാനദണ്ഡ ലംഘനമെന്ന് വിജിലൻസ് കോടതി. ബാർകോഴ IHRD കേസുകളിലെ മന്ദഗതിക്ക് കോടതിയുടെ വിമർശനം. DGP ജേക്കബ് തോമസ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അവധി നീട്ടി. ആരോഗ്യ അഴിമതി കേസിൽ 2 മുൻ ഡയറക്ടർമാർക്ക് 5 വർഷം തടവ്. KSRTCയിലെ മെക്കാനിക്കൽ ജീവനക്കാരുടെ സമരം പിൻവലിച്ചു. ഡ്യൂട്ടി ഘടനയിൽ സമഗ്ര പരിഷ്കരണമെന്ന് മന്ത്രി. ഒത്തുതീർപ്പ് വ്യവസ്ഥ അംഗീകരിക്കില്ലെന്ന് ഒരു വിഭാഗം ജീവനക്കാർ. സമരം ചെയ്യുന്ന എംപാനൽ ജീവനക്കാർക്കെതിരെ നടപടിയെന്ന് MD. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. TP സെൻകുമാറിന്റെ പുനർനിയമനത്തിൽ വിഷയത്തിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ഇക്കാര്യത്തിൽ സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ സർക്കാരിന്റെ ദുരഭിമാനം കാരണമാണ് വിധി നടപ്പാക്കാൻ കാലതാമസം ഉണ്ടാകുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. DGPയുടെ പേര് പറയാൻ സാധിക്കാത്തത് ലജ്ജാകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. DGP ആരാണ് എന്ന് അങ്ങേക്കൊന്ന് വ്യക്തമാക്കാം. സർ, DGPയെ നിശ്ചയിക്കുന്ന സർക്കാരാണ്. DGPയെ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെ ആ കാര്യം നിലനിൽക്കുകയാണ്. TP സെൻകുമാറിന് DGPയായി പുനർനിയമനം നൽകണമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകവെയാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. സെൻകുമാർ വിഷയത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. വിധിയുടെ പകർപ്പ് ഔദ്യോഗികമായി ലഭിക്കുന്നതിന് മുൻപ് തന്നെ സർക്കാർ നടപടികൾ ആരംഭിച്ചിരുന്നു. ഇക്കാര്യത്തിൽ നിയമവശങ്ങൾ പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കും. ഇവിടെ സംഭവിക്കുന്നത് നീതിയുടെ വിജയമാണ്. അതാണ് കോടതി വിധിയിലൂടെ വരുന്നത്. ആ നിലയ്ക്ക് അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ സുപ്രീം കോടതി വിധി ആ നിലക്ക് തന്നെ സർക്കാർ കാണും. എന്നാൽ സർക്കാരിന്റെ ദുരഭിമാനമാണ് ഇക്കാര്യത്തിൽ തീരുമാനം വൈകാൻ കാരണമെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു. സെൻകുമാറിനെ മാറ്റാൻ സർക്കാർ നിരത്തിയ കാരണങ്ങൾ കണക്കിലെടുത്താൽ ലോക്നാഥ് ബെഹ്റയെ ഇതിനോടകം എത്ര തവണ മാറ്റേണ്ടിയിരുന്നുവെന്നും പ്രതിപക്ഷം ചോദിച്ചു. കഴിഞ്ഞ 12 മാസക്കാലത്തെ കേരളത്തിലെ പോലീസ് ഭരണത്തിന്റെ വീഴ്ചകൾ എത്ര മാത്രമാണ് സാർ? സാർ, ഈ ബെഹ്റയെ എത്ര തവണ സസ്പെൻഡ് ചെയ്യേണ്ടിയിരുന്നു സാർ? എത്ര തവണ മാറ്റേണ്ടിയിരുന്നു? ഒരു മന്ത്രി തന്നെ TP സെൻകുമാറിനെ പരസ്യമായി അധിക്ഷേപിക്കുമ്പോൾ സുപ്രീം കോടതി വിധി സർക്കാർ എങ്ങനെ നടപ്പാക്കുമെന്നായിരുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ M. ഉമറിന്റെ വാദം. TP സെൻകുമാറിന്റെ പുനർനിയമന കാര്യത്തിൽ AGയുടെ നിയമോപദേശം എന്തെന്നോ ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന തുടർ നടപടി എന്തെന്നോ ഭരണപക്ഷം വിശദീകരിച്ചില്ല. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. LDF സർക്കാരിന്റെ കാലത്ത് ഉണ്ടാകാൻ പാടില്ലാത്തത് പലതും ഉണ്ടായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ഹാങ് ഓവർ പോലീസിനുള്ളതുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF UDF സർക്കാരുകളുടെ കാലത്ത് DGPയായി സേവനമനുഷ്ഠിച്ച രമൺ ശ്രീവാസ്തവയെ പോലീസിന്റെ ഉപദേശകനാക്കിയതിൽ ഒരു തെറ്റുമില്ല. അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രമേ UAPയെ ചുമത്താവൂ എന്നതാണ് ഇടത് സർക്കാരിന്റെ നയമെന്നും പിണറായി ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടിയായി നിയമസഭയിൽ പറഞ്ഞു. നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി പറയവെയാണ് മുഖ്യമന്ത്രി പോലീസിനെ സംബന്ധിച്ച വിവാദ വിഷയങ്ങൾ ഉൾപ്പെടെ പരാമർശിച്ചത്. പോലീസിന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് വീണ്ടും സഭയിൽ ആവർത്തിച്ച പിണറായി വിജയൻ LDF കാലത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത പലതും പോലീസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്ന് തുറന്നു സമ്മതിച്ചു. എന്നാൽ ഇത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ഹാങ് ഓവർ പോലീസിൽ ഉള്ളതുകൊണ്ടാണെന്നും പിണറായി വ്യക്തമാക്കി. സാധാരണ നിലക്ക് LDF സർക്കാരിന് കീഴിൽ ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ചില സംഭവങ്ങൾ ചിലയിടങ്ങളിൽ ഉണ്ടായത് പഴയതിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് മാറാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ്. രമൺ ശ്രീവാസ്തവയെ ഉപദേശകനാക്കിയത് സംബന്ധിച്ച വിവാദത്തിനും പിണറായി സഭയിൽ വ്യക്തത വരുത്തി. LDFന്റെയും UDFന്റെയും കാലത്ത് DGPയായി സേവനമനുഷ്ഠിച്ച രമൺ ശ്രീവാസ്തവയെ പോലീസ് ഉപദേശകനാക്കിയത് അപരാധമായി കാണേണ്ടതില്ല, മുഖ്യമന്ത്രി പറഞ്ഞുവെച്ചു. DGP ആയിട്ട് ഇരുത്താമെങ്കിൽ പിന്നെ ഉപദേശകനാകുമ്പോൾ മാത്രം പ്രത്യേക ആപത്ത് സംഭവിച്ചു.
UAPA ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യരുതെന്നാണ് സംസ്ഥാന സർക്കാർ നയമെന്നും അത്യസാധാരണമായ കേസുകളിൽ മാത്രമേ UAPA ചുമത്താവൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കാപ്പ ചുമത്തരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോലീസിൽ മൂന്നാം മുറ അനുവദിക്കില്ല. പോലീസ് നയത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഒരു തരത്തിലുള്ള മൂന്നാം മുറയും ഈ സർക്കാർ അംഗീകരിക്കുന്നില്ല. പോലീസ് സ്റ്റേഷനകത്തായാലും പുറത്തായാലും മൂന്നാം മുറ അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത്. അതേസമയം ക്രമസമാധാന ചുമതലയുള്ള DGP ആരാണെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറയാത്തതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIMൽ നിന്നും രാജു എബ്രഹാം MLA, കോൺഗ്രസിൽ നിന്നും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്നിവരാണ്. ആദ്യം ശ്രീ രാജു എബ്രഹാം, നിയമപരമായി നിലനിൽക്കുന്ന ഒരു പോലീസ് മേധാവി സംസ്ഥാനത്തില്ലാത്തതുകൊണ്ടാണോ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിൻ്റെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കും സംസ്ഥാന പോലീസ് മേധാവി ആരാണെന്ന പേര് പറയാതിരുന്നത്? എല്ലാ ചടങ്ങുകളിലും അതിനുശേഷം ഈ സുപ്രീം കോടതി വിധി ഉണ്ടായതിനു ശേഷമുള്ള എല്ലാ പോലീസിൻ്റെ മേഖലാ യോഗങ്ങളിലൊക്കെ ഈ DGPയെ തന്നെയാണ് മുഖ്യമന്ത്രി കൊണ്ടുപോവുകയും ചെയ്തത്. സ്വാഭാവികമായും അങ്ങനെ ഒരാളുണ്ടെന്നിരിക്കെ ആ പേര് മുഖ്യമന്ത്രി എന്തുകൊണ്ട് നിയമസഭയിൽ പറഞ്ഞില്ല? അതിനർത്ഥം സുപ്രീം കോടതി ഉത്തരവോടുകൂടി ലോക്നാഥ് ബെഹ്റ DGP അല്ലാതായി എന്ന ബോധ്യം മുഖ്യമന്ത്രിക്ക് ഉള്ളത് കൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ പേര് ആവർത്തിച്ച് ചോദിച്ചപ്പോഴും മുഖ്യമന്ത്രി പറയാതെ ഒഴിഞ്ഞു മാറിയത്? അല്ല, മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് തന്നെ മറുപടി പറഞ്ഞു. കേരളത്തിലെ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു DGP ഇവിടെ ഉണ്ട്. അതല്ലേ ക്ലിയറായ ആൻസർ അല്ലേ? അതിനപ്പുറത്തേക്ക് എന്താ ആൻസർ അവിടെ വേണ്ടത്? അതിൽ അങ്ങനെയാണെങ്കിൽ ആ പേര് ലോക്നാഥ് ബെഹ്റയാണ് DGP എന്നൊരു പേര് പറയുന്നതിന് മുഖ്യമന്ത്രിക്ക് എന്താണ് തടസ്സം? അങ്ങനെ പേര് പറയാതെ ഈ ചോദ്യങ്ങൾ വരുമ്പോൾ ഒഴിഞ്ഞു മാറേണ്ടുന്ന ഒരു സാഹചര്യമില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം ലോക്നാഥ് ബെഹ്റ DGP ആണ്, പോലീസ് മേധാവിയാണെന്ന്. പക്ഷേ സുപ്രീം കോടതി ഉത്തരവോടുകൂടി ആ സാഹചര്യത്തിൽ ഒരു മാറ്റമുണ്ടായി എന്നത് എല്ലാവർക്കും ബോധ്യമുള്ളതുമാണ്. സെൻകുമാറിന്റെ നിയമനം എപ്പോഴുണ്ടാകുന്നു എന്നതും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. ഒരു ഘട്ടത്തിൽ പോലീസ് മേധാവി ആരെന്ന ചോദ്യത്തിന് ആ പേര് പറയാതെ സർക്കാർ ഒരാളെ നിയമിച്ചിട്ടുണ്ട്, അദ്ദേഹം അവിടെ ഉണ്ട് എന്ന് പറയുന്നതിൽ വ്യക്തതക്കുറവുണ്ട് ഇപ്പോഴും. അല്ല, ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് എന്ന് പ്രത്യേകം ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എല്ലാവർക്കും അറിയില്ലേ ആരാണെന്നുള്ളത്? ഇവിടെ DGP ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അങ്ങനെ പ്രസക്തിയില്ലാത്ത ചോദ്യത്തിന് എന്തിനാ വിജയമാരെ മറുപടി പറയുന്നത്? പ്രസക്തിയുള്ള ചോദ്യത്തിന് മറുപടി പറയും. എന്താ തർക്കം? എന്താ? ഒരു തർക്കവും ഇല്ല. രമേശ് ചെന്നിത്തലയുടെ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല, അതുകൊണ്ടാണ് മറുപടി പറയാത്തത്. അതല്ല, അതിലെ പ്രസക്തി അത് രാഷ്ട്രീയമായി ഒത്തിരി പ്രസക്തമാണ് ആ ചോദ്യം. ഒന്ന്, സുപ്രീം കോടതി വിധി എന്താണ് എന്ന് താങ്കൾക്ക് അറിയാമല്ലോ. സെൻകുമാറിന് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനം തിരികെ നൽകണം. ആ ഉത്തരവ് വന്നിട്ട് ഇന്നേക്ക് 8 ദിവസവും കഴിയുന്നു. ഒരു 9ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ ഉത്തരവിൻ്റെ പകർപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അതിന്മേൽ തീരുമാനമെടുക്കാൻ 2 നിയമോപദേശങ്ങൾ, ഒന്ന് അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം കിട്ടി, അതിനു മുമ്പ് ലോ സെക്രട്ടറിയുടെ നിയമോപദേശം കിട്ടി. നടപടി ഇതുവരെയും ഉണ്ടായില്ല. സർക്കാരിന് വ്യക്തത വേണം. സുപ്രീം കോടതിയിൽ വീണ്ടും പോകാൻ ഉദ്ദേശിക്കുന്നു. ഒരു മന്ത്രിസഭാ യോഗം കഴിഞ്ഞു. അതിനുശേഷം നാളെ അടുത്ത ക്യാബിനറ്റ്, നാളെയും അവിടെ ചർച്ച ചെയ്യില്ല എന്ന് കേൾക്കുന്നു. ആ ഉത്തരവിനർത്ഥം, ആ ഉത്തരവ് വന്നപ്പോൾ തന്നെ സെൻകുമാർ DGP സ്ഥാനത്തേക്ക് നിയമിച്ചുകൊണ്ടുള്ള ഭരണപരമായ ഒരു ഉത്തരവ് സർക്കാർ ഇറക്കണമായിരുന്നു. അത് ഇറക്കാത്തിടത്തോളം കാലം അദ്ദേഹത്തിന് പദവിയിലേക്ക് വരാൻ കഴിയില്ല. പക്ഷേ അതോടൊപ്പം ലോക്നാഥ് ബെഹ്റയെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും അസാധുവാക്കപ്പെട്ടിട്ടില്ലേ ശ്രീ രാജു എബ്രഹാം? അതുകൊണ്ടല്ലേ ആ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നത്. അല്ലാതെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ആരെന്നറിയാം എന്നതിൽ തർക്കമൊന്നും ഇല്ലാത്തതുപോലെ ഈ പേരിലും തർക്കമൊന്നുമില്ല. പക്ഷേ അത് തർക്കമുണ്ടാകുന്നത്, സംശയമുണ്ടാകുന്നത് മുഖ്യമന്ത്രിയിൽ നിന്നും ആ പേര് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതിലെ നിയമപ്രശ്നവും കോടതി ഉത്തരവിൻ്റെ മറ്റു വിശദാംശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അല്ല, സുപ്രീം കോടതി ഉത്തരവിനകത്ത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണല്ലോ റിവ്യൂ ഹർജിക്ക് പോകാതിരുന്നത്. റിവ്യൂ ഹർജി ഫയൽ ചെയ്തിരുന്നെങ്കിൽ 30 ദിവസം സാവകാശം അതിന് മാത്രം കിട്ടുമായിരുന്നു. റിവ്യൂ ഹർജിക്ക് പോലും പോയില്ല എന്നതിനർത്ഥം സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. അത് മുഖ്യമന്ത്രി വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു 30 റിവ്യൂ ഹർജിക്ക് പോയി കഴിഞ്ഞാൽ കോടതി വേനൽ അവധിക്ക് പോകും,
പിന്നെ 2-3 മാസക്കാലം പോയി കിട്ടും. എന്താ സംശയം? എന്താ ഒരു സംശയമില്ല അക്കാര്യത്തിൽ. അപ്പോൾ അതല്ല പ്രശ്നം. ഗവൺമെന്റ് സുപ്രീം കോടതി വിധിയെ അംഗീകരിക്കുന്നു. സുപ്രീം കോടതി വിധിയെ അംഗീകരിക്കുന്ന ഒരു ജനാധിപത്യ സർക്കാരാണ് എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ്. പക്ഷേ ചില ക്ലാരിറ്റി വേണം. ഇതേ പറഞ്ഞിട്ടുള്ളൂ, ഇന്ന ദിവസം രാവിലെ 10 മണിക്ക് മുമ്പ് ഇവിടെ ലോക്നാഥ് ബെഹ്റ മാറി സെൻകുമാർ സ്ഥാനം കൊടുക്കണം എന്ന് സുപ്രീം കോടതി ഇവിടെ പറഞ്ഞിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട പ്രശ്നം എന്താ? നിലവിലുള്ള DGPയെ എവിടേക്ക് മാറ്റിവെക്കും? കാരണം അദ്ദേഹം സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ വന്നതാണ്. രണ്ടാമത് അതേ ഉത്തരവിൽ തന്നെയാണ്, അന്നത്തെ ഉത്തരവിൽ തന്നെയാണ് ജേക്കബ് തോമസിന്റെ നിയമനം. ആ ജേക്കബ് തോമസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ക്ലാരിറ്റിയിലേക്കാണ് പോകേണ്ടത്, അത് റദ്ദാക്കേണ്ടതുണ്ടോ തുടങ്ങിയിട്ടുള്ള ചില നിയമപ്രശ്നങ്ങൾ, വ്യക്തത, ഇത് മാത്രമേ ഉള്ളൂ. ആ വ്യക്തത ഇപ്പോൾ നാളെ ഫ്ലാഷ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയെ ഗവൺമെന്റ് സമീപിക്കാൻ പോവുകയാണ്. ആ വ്യക്തത ചിലപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ ലഭിക്കും. അതോടുകൂടി പ്രശ്നം തീർന്നു. അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഒരു പ്രശ്നം ഗവൺമെന്റും അങ്ങനെ ഒരു പിടിവാശിയോ അല്ലെങ്കിൽ ഒരു തർക്കത്തിലേക്ക് പോകാനോ ഒന്നുമില്ല. പക്ഷേ വളരെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ്, 2-3 DGPമാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യണം, ഇത്രമാത്രം പ്രശ്നമേ ഉള്ളൂ. ഒരു സിമ്പിളായ കാര്യങ്ങളാണ്. ശരി, താങ്കൾ അങ്ങനെ അതിനെ വിശദീകരിക്കുന്നു. വളരെ ലളിതമായ കാര്യമാണെന്ന് താങ്കൾ പറയുന്നു. പക്ഷേ അതിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വേറൊരു ഘട്ടത്തിൽ സമ്മതിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നുവെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഉത്തരത്തിന്റെ ആദ്യ ഭാഗം നമുക്ക് മാറ്റിവെക്കാം. വേണമെങ്കിൽ സർക്കാരിന് നീട്ടിക്കൊണ്ട് പോകാമായിരുന്നു എന്ന കാര്യം അവിടെ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു പ്രശ്നം. ജൂൺ 30 വിരമിക്കാൻ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ കാര്യത്തിൽ അത് നടക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സർക്കാർ പറയുന്ന ഈ വ്യക്തത വരുത്തേണ്ടെന്ന കാര്യങ്ങൾ അത് ഒരു ഭരണത്തിലിരിക്കുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് തന്നെയാണോ? സെൻകുമാറിന് നിയമനം കൊടുക്കാനേ സർക്കാർ പറഞ്ഞിട്ടുള്ളൂ. ബെഹ്റ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, ജേക്കബ് തോമസിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, ശങ്കർ റെഡ്ഡിയുടെ കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല. അതിൽ വ്യക്തത വരുത്തുക എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ആവശ്യമായൊരു കാര്യമല്ലേ? ഇത് സർക്കാരിൻ്റെ ആത്മാർത്ഥതയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ നമ്മുടെ ബഹുമാനനായ MLA രാജു എബ്രഹാം പറഞ്ഞത് ഒരു കാര്യം ശ്രദ്ധിച്ചോണം. മുഖ്യമന്ത്രിയുടെ അടുത്ത് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മറുപടി, കേരളത്തിൻ്റെ DGP ആരാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ആ ആൾ അവിടെ തന്നെയുണ്ട്. അത് സുപ്രീം കോടതി പറഞ്ഞാലും അയാൾ അവിടെ തന്നെയുണ്ട്. അത് ബെഹ്റയാണെന്ന് MLA പറയുന്നതോടുകൂടി സുപ്രീം കോടതി പറഞ്ഞാലും അയാൾ ആ കോൺസിക്വൻഷ്യൽ ഓർഡറിൽ ബെഹ്റ പുറത്തു പോയി എന്ന് പറഞ്ഞാലും ഞങ്ങൾ തീരുമാനിച്ച ആൾ തന്നെ അഡ്മിനിസ്ട്രേഷൻ നടത്തുമെന്ന് പറയുന്നതിലൊരു ധാർഷ്ട്യമുണ്ട്. ആ ധാർഷ്ട്യത്തിൻ്റെ കുഴപ്പം ഇവർക്ക് എന്ത് വേണമെങ്കിലും ആകാം, കണ്ടംപ്റ്റ് ഫേസ് ചെയ്യാം. പക്ഷേ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റത്തിലാണ് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഫംഗ്ഷൻ ചെയ്യുമ്പം ജുഡീഷ്യറിക്ക് ഒരു കാര്യം ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ജുഡീഷ്യറി ഒരു ഓർഡർ പാസ്സാക്കി കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അത് ലെജിസ്ലേറ്റീവ് ആയാലും എക്സിക്യൂട്ടീവ് ആയാലും അത് നടപടിയിൽ വരുത്തേണ്ടത് അവരാണ്. കോടതിക്ക് ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല. റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ കോടതി പറയുന്നത് ഒരു ഓർഡർ സെറ്റസൈഡ് ചെയ്തതിന് ശേഷമാണ്. ആ സെറ്റസൈഡ് ചെയ്ത ഓർഡർ സെറ്റസൈഡ് ചെയ്യപ്പെടുമ്പോൾ അതിലൂടെ ഇതിൽ നിലവിലുള്ള DGPക്ക് ആ പൊസിഷനിലിരുന്ന് പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇന്ന് ചോദിച്ചത്. അത് ആര് പറഞ്ഞാലും ഞങ്ങളത് ചെയ്തിരിക്കും എന്ന് തന്നെയാണ് മറുപടി. അത് പാടില്ല, വേറൊന്നും കൊണ്ടല്ല, അവർക്ക് പറയാതിരിക്കുക. പക്ഷെ അപ്പോഴും ഈ ഗവൺമെന്റ് സുപ്രീം കോടതിയെ തന്നെ സമീപിക്കുകയാണ്. ഇതിൽ വ്യക്തത അത് അവിടെ സമീപിക്കുമ്പോൾ ആര് ഉപദേശം കൊടുത്തിട്ടാണെങ്കിലും 94-ാമത്തെ പാരഗ്രാഫ് 95-ാമത്തെ പാരഗ്രാഫ് ജഡ്ജ്മെന്റ് ആദ്യം വായിക്കണം. 94-ാമത്തെ പാരഗ്രാഫിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഡിസ്റ്റർബ്ഡ് ആണ്. ഗവൺമെൻറ് 26-ാം തീയതി വന്നു, 26/5/2016 വന്നു. അന്ന് തന്നെ പുറ്റിങ്ങൽ കേസ് റിസറക്ഷനുമായി വന്നതിലും ഞങ്ങൾ ഡിസ്റ്റർബ്ഡ് ആണ്. 94 പറഞ്ഞു. 95 പറഞ്ഞു ഇറഗുലർ അപ്പോയിൻമെൻറ്റ്സ് ചെയ്യാനാണ് ഈ ഗവൺമെൻറ് തീരുമാനിക്കുന്നതെങ്കിൽ ഈ ഗോഡ്സ് ഓൺ കൺട്രിയെ സംരക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞു. ഈ 2 കമൻറ്റും പറഞ്ഞതിന് ശേഷമാണ് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അതേ കോടതിയിൽ ഒരു ക്ലാരിഫിക്കേഷൻ, ഇത് കംപ്ലൈ ചെയ്യാതെ ഒരു ക്ലാരിഫിക്കേഷൻ പെറ്റീഷനുമായിട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് ഒരു വക്കീലെന്ന നിലയ്ക്കാണ് ഞാൻ ഈ പറയുന്നത്, എന്താണെന്ന് കാരണം അതിൻ്റെ പൊളിറ്റിക്കൽ കോൺസിക്വൻസ് കോടതി ഒരു കമൻറ്റ് പറഞ്ഞാൽ അതിനുണ്ടാകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഞാൻ അതെ. അപ്പോൾ രണ്ടാമത്തെ കാര്യം പറയാം. ഇപ്പോൾ ഗവൺമെൻറ് ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞതിൻ്റെ ക്ലാരിഫിക്കേഷൻ റിക്വയർഡ് അല്ല എന്നുള്ളത് വ്യക്തമാണ്. അതായത് DGP ആയിരുന്ന ഒരാളെ വേറൊരു പോസ്റ്റിലേക്ക് അപ്പോയിൻറ്റ് ചെയ്തു. ഇപ്പോൾ DGP ആയിരുന്ന സെൻകുമാറിനെ മറ്റൊരു പോസ്റ്റ്, ഒരു CMD ആയിട്ട് മറ്റേ ഇതിനകത്ത് ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്ക് വിട്ടു. അവിടെ ഇപ്പോൾ സെൻകുമാർ ഇരുന്ന DGP കസേരയിലേക്ക് ബെഹ്റയെ അപ്പോയിൻറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് നടത്തിയാൽ കംപ്ലൈ ചെയ്യാം.
ഇനി മറ്റേ ഓർഡർ നിലനിൽക്കുമോ എന്നുള്ള ക്വസ്റ്റ്യന് ക്ലാരിഫിക്കേഷൻ നടത്തിക്കോട്ടെ. കംപ്ലൈ ചെയ്യാതെ അവിടെ ചെല്ലുന്നത് ഇൻഡിസിപ്ലിനാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇദ്ദേഹത്തെ ഈ കസേരയിൽ ഇരുത്തുന്നതിന് എന്താ പേടിക്കുന്നത്? ഈ വളരെ സിമ്പിളായിട്ട് കംപ്ലൈ ചെയ്തിട്ട് പോയിട്ട് ക്ലാരിഫിക്കേഷൻ മേടിച്ച് വേണം ചിലപ്പോൾ കോടതി തിരിച്ചു പറഞ്ഞിരിക്കും. കോടതി പറയാം അത് സാരമില്ല എന്ന് പറഞ്ഞ് ഓർഡർ കിട്ടിയ സന്തോഷം. അങ്ങനെയല്ലേ പോകേണ്ടത്? ശ്രീ രാജു അബ്രഹാം, അങ്ങനെ ഈ ഗവൺമെന്റിന് സെൻകുമാറിനെ ആ പദവിയിൽ ഇരുത്തുന്നത് വൈകിപ്പിക്കാവുന്ന അത്രയും വൈകിക്കോട്ടെ എന്നൊരു മനോഭാവമാണോ ഉള്ളത്? ഈ ഉത്തരവ് സെൻകുമാറിന്റെ നിയമനം സംബന്ധിച്ച സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കിയതിനു ശേഷം ആ ഉത്തരവ് നടപ്പിലാക്കിയതിനെ തുടർന്ന് ഇത്ര ബുദ്ധിമുട്ടുകൾ ഗവൺമെന്റിനുണ്ടായി, അതിൽ എന്തെങ്കിലും തരത്തിൽ സുപ്രീം കോടതിക്ക് വ്യക്തത വരുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതായിരുന്നില്ലേ നിയമപരമായ കുറെ കൂടി മര്യാദ? അങ്ങനെ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നില്ലേ സർക്കാരിന് കുറെ കൂടി ഗുണകരമാവുക? എന്തുകൊണ്ടാണ് സെൻകുമാറിന്റെ നിയമനം അദ്ദേഹത്തിന് ജൂൺ 30 വരെ ഉള്ളൂ, അതറിയുകയും ചെയ്യാം സർക്കാരിന്, സുപ്രീം കോടതി അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് ഒരാഴ്ച വൈകിക്കോട്ടെ എന്നൊരു മനോഭാവമാണോ സർക്കാരിനുള്ളത്? ഒരിക്കലുമല്ല വിജയൻ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ റിവ്യൂ ഹർജിക്ക് പോകായിരുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ആ ഒരു താല്പര്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ ഈ ഗവൺമെന്റിന്റെ ചില നയങ്ങളുണ്ട്. ആ നയങ്ങൾ എന്ന് പറയുമ്പോൾ അത് കുറ്റമറ്റ രൂപത്തിൽ കുറ്റാന്വേഷണം നടത്തണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒരു വഴിപിഴച്ച ക്രമസമാധാന നിലയായിരുന്നു കേരളത്തിൽ. അത്തരം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു DGP അല്ല കേരളത്തിന് വേണ്ടത്. NIA പോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഏറ്റവും മികച്ച കുറ്റാന്വേഷണം നടത്തി ശോഭിച്ച ഒരു വ്യക്തി കേരളത്തിൽ ഉണ്ടാവണം. അതിൻ്റെ ചില മാറ്റങ്ങളുണ്ടായി. ചില അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ താഴെത്തട്ടിലുണ്ടെങ്കിൽ പോലും കേരളത്തിൽ ഇന്ന് ഉണ്ടാവുന്ന കേസുകളൊക്കെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു നയം ഈ ഗവൺമെന്റിന് ഉണ്ട്. അതല്ലാതെ സുപ്രീം കോടതി എന്ത് തന്നെ പറഞ്ഞാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒട്ടേറെ ക്രമക്കേടുകൾ, ഒട്ടേറെ അഴിമതികൾ, ഒട്ടേറെ വീഴ്ചകൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന് സർക്കാരിന് താല്പര്യമുണ്ട്. പക്ഷെ സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കും. മാത്രമേ ഉള്ളൂ. അതല്ലാതെ സർക്കാരിന്റെ നയങ്ങൾക്കനുസരിച്ചാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും മികച്ച ഉദ്യോഗസ്ഥന്മാരെയാണ് കേരളത്തിന് വേണ്ടത്. ശരി, ശ്രീ രാജു അബ്രഹാം, വേണമെന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുമെന്ന് താങ്കൾ പറയുന്നത് അത് നടപ്പിലാക്കാതിരിക്കാൻ സർക്കാരിന് കഴിയില്ലല്ലോ. അങ്ങനെ വിചാരിക്കുന്നുണ്ടോ താങ്കൾ? ഈ ഉത്തരവ് നടപ്പിലാക്കിയില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, അതുകൊണ്ടാണല്ലോ സാർ ക്ലാരിറ്റിക്ക് വേണ്ടി സുപ്രീം കോടതിയെ തന്നെയാണ് ഈ സർക്കാർ സമീപിച്ചിരിക്കുന്നത്. അതിന് വലിയ കോൺസിക്വൻസ് ഉണ്ടാകും, അത് മറ്റേ രൂപത്തിൽ വരും, അതിന് ഇംപ്ലിക്കേഷൻസ് പലതാകും, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ സർക്കാരിന് അങ്ങനെ ഭയപ്പെട്ടു പോകുന്ന സർക്കാരിനില്ല. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടുകൂടി സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇതിപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ വിശദീകരണത്തിൽ, നിയമസഭയിൽ നടത്തിയ വിശദീകരണത്തിൽ ഒരു സംഗതി, അതായത് എന്തുകൊണ്ടാണ് സെൻകുമാറിനെ പദവിയിൽ നിന്നും മാറ്റിയത്? അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിനെതിരെയുള്ള ജനവിധി മാത്രമായിരുന്നില്ല, ആ സർക്കാരിന് കീഴിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്ക് കൂടി ബാധകമായിരുന്നു ആ ജനവിധി. അതുകൊണ്ടാണ് പുതിയൊരു ഗവൺമെന്റ് വന്നപ്പോൾ ആ ജനവിധിയുടെ പൂർണ്ണത മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് പോലീസിന്റെ തലപ്പത്തുണ്ടായിരുന്ന സെൻകുമാറിനെ പദവിയിൽ നിന്നും നീക്കിയത്. സെൻകുമാറിനും ബാധകമായിരുന്നു ആ ജനവിധി. അതുകൊണ്ടാണ് ആ നടപടി സ്വീകരിച്ചത്. അതിനെ സുപ്രീം കോടതി വേറൊരു തരത്തിൽ വിലയിരുത്തി ആ തെറ്റ് അത് ഇനി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയെങ്കിൽ അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാണ്. അതിൽ ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത വരുത്തണം, അതിനുശേഷം ആ വിധി നടപ്പാക്കും, അത് അന്തിമമാണ്, അതിൽ തർക്കമൊന്നുമില്ല എന്ന് പറയുന്നു. അതിൽ ഈ ജനവിധി എന്നത് ഈ ഉദ്യോഗസ്ഥനും ബാധകമാണ് എന്നത് എത്രത്തോളം അംഗീകരിക്കാൻ, അല്ലെ എത്രത്തോളം നിലനിൽക്കുന്ന ഒരു വാദഗതിയാണ്? നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യത്തിന് 4 നെടും തൂണുകളാണ്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് ഫോർത്ത് എസ്റ്റേറ്റ്. ഇവിടെ ജുഡീഷ്യറിക്ക് ജനാധിപത്യ സംവിധാനത്തിലുള്ള പ്രാധാന്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ രാജ്യത്ത് ഏറ്റവും പരമോന്നതമായ കോടതിയാണ് സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഈ ചർച്ചയിൽ ശ്രീ രാജു എബ്രഹാം, ബഹുമാനപ്പെട്ട MLA പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതി പ്രണാബ് മുഖർജിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഏപ്രിൽ മാസം 26 വരെ ഈ കേരളത്തിന്റെ DGP ആരാന്ന് ചോദിച്ചാൽ ലോക്നാഥ് ബെഹ്റയാണ്. 24-ാം തീയതി സുപ്രീം കോടതി ഒരു ഓർഡർ സെറ്റിസൈഡ് ചെയ്ത്
പിന്നെ വെച്ച ഓർഡർ ക്യാൻസൽ ചെയ്ത് വഴി 24 തൊട്ടേ ഉള്ളൂ DGPയുടെ കാര്യത്തിൽ സംശയം. അതിനു മുമ്പ് ഒരു തർക്കവും ഇല്ല. കേരളത്തിന്റെ DGP ലോക്നാഥ് ബെഹ്റയാണ്. 24 തൊട്ടല്ല. ഇവിടെ ലോക്നാഥ് ബെഹ്റ DGP ആയി സ്ഥാനാരോഹണം നടത്തുന്നു, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അവരോഹണം ഉണ്ടാകുന്നു, അതല്ല ഇവിടുത്തെ ചർച്ച. DGP സെൻകുമാർ ഒരു ചർച്ചാ വിഷയമല്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പൊതുജന സമൂഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയാനുള്ളത്, കേരളം ഈ രാജ്യത്തിന്റെ ഭാഗമാണെങ്കിൽ നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇവിടെ. സുപ്രീം കോടതിയുടെ ഒരു വിധി, ആ വിധി അന്തിമമാണ്. ആ വിധി നടപ്പാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. പിന്നെന്താ അന്തിമമായ വിധി നടപ്പാക്കാത്തത്? എന്താ പ്രതിജ്ഞാബദ്ധമായ വിധി നടപ്പാക്കാൻ ഇത്രയും കാലവിളംബം വരുന്നത്? ഇവിടെ രാജു എബ്രഹാം ഈ ഗവൺമെന്റിന് വേണ്ടി വാദിക്കുന്നു. ഞാൻ ബഹുമാനപ്പെട്ട രാജു എബ്രഹാമിനോട് പറയാം, നിങ്ങൾ കോടിക്കണക്കിന് രൂപ ഫീസ് കൊടുത്ത് ഹരീഷ് സാൽവെ ഈ കേസ് വാദിച്ച് പരാജയപ്പെട്ടു. അപ്പൊ ഹരീഷ് സാൽവേക്കാൾ വലിയ വാദമൊന്നും ഇനി സുപ്രീം കോടതിയിൽ ഈ പാർട്ടിക്ക് വേണ്ടി രാജു എബ്രഹാം നടത്തിയിട്ട് കാര്യമില്ല. കാരണം നമുക്ക് അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്. വേണ്ടി വന്നാൽ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ഹാജരാകാൻ അവകാശമുള്ള ഒരാളാണ് അറ്റോർണി ജനറൽ. ഇവിടെ നമുക്കിവിടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. കേരളത്തിലെ വക്കീലന്മാർ അത്ര മോശക്കാരാണോ? ഈ വക്കീലന്മാരെ ഒന്നും മുഖവിലേക്കെടുക്കാതെ, വിശ്വാസ്യത എടുക്കാതെ, കോടിക്കണക്കിന് രൂപ ഫീസ് കൊടുത്ത് ഹരീഷ് സാൽവെ വെച്ച് ഈ കേസ് വാദിച്ചിട്ട് ഹരീഷ് സാൽവെ വാദിച്ച് ഈ കേസ് തോറ്റുപോയി. അതുകൊണ്ടാണല്ലോ ലോക്നാഥ് ബെഹ്റ DGP. അതാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് നിയമസഭയിൽ ചോദിച്ചു, ആരാ DGP? ഞാനൊരു കാര്യം പറയാം, ഈ ഓർഡർ സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം കേരളത്തിൽ 3 മേഖലാ യോഗങ്ങൾ മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടി പോലീസിന്റെ. ആ 3 മേഖലാ യോഗങ്ങളിലും DGPയുടെ ബോർഡുള്ള ആ ബോർഡിന്റെ പിന്നിലെ കസേരയിരുന്ന ലോക്നാഥ് ബെഹ്റയാണ്. ഹൗ ക്യാൻ ഹി ആക്ട് ആസ് ദി DGP ഓഫ് കേരള? സുപ്രീം കോടതിയുടെ ഒരു വേർഡിക്റ്റ് വന്നതിന് ശേഷം ആരാണ് അദ്ദേഹത്തിന് അധികാരം കൊടുത്ത ഈ യോഗത്തിൽ പങ്കെടുക്കാൻ? ഇത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടല്ലേ? ഇത് ക്രിമിനൽ നടപടിയല്ലേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോ നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും നിയമപരമായിട്ട് ചില അവകാശങ്ങളുണ്ട്. ആ അവകാശം സംരക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ബാധ്യസ്ഥമാണ്, ഒരു ഭരണകൂടം ബാധ്യസ്ഥമാണ്. ശ്രീ സെൻകുമാറിന് നിയമപരമായി സുപ്രീം കോടതി അനുവദിച്ചു കൊടുത്ത അവകാശം പരിപാലിക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കില്ലേ? മുഖ്യമന്ത്രി ഉറക്കം നടിക്കുകയാണ്. ഉറങ്ങുന്നവനെ വിളിച്ചോളാം, ഉറക്കം നടിക്കുന്നവനെ വിളിച്ചോളാൻ പറ്റുമോ? നാളെ ഇവർ കോടതി പോന്നു, പോട്ടെ. കോടതി എന്താ പറയുന്നത്? സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ ഓർഡർ നടപ്പിലാക്കുക എന്നുള്ളത് കഴിഞ്ഞ് ഇവർ വെച്ച ഓർഡറിനകത്ത് പറയപ്പെടുന്ന മറ്റാരൊക്കെ എവിടെയൊക്കെ വെക്കുന്നു എന്നുള്ളത് അത് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ട കാര്യമാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന വിഷയമല്ല. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് 7 ഉപദേശകന്മാരിലെ നിയമമടക്കം. ഈ ഉപദേശകന്മാരെ വിളിച്ചുകൂട്ടി ഒരു ഉപദേശം സ്വീകരിച്ച് സുപ്രീം കോടതിയെ സമീപിക്കാതെ അനാവശ്യമായി ഉപദേശകരുടെ ഉപദേശം കേട്ട് തീർക്കാവുന്ന പ്രശ്നമാണെന്നാണ് താങ്കൾ പറയുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാജു എബ്രഹാം, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇവിടെ സർക്കാർ തോൽക്കുകയോ സെൻകുമാർ ജയിക്കുകയോ ഒന്നുമല്ല ഉണ്ടായത്, നീതി ജയിക്കുകയാണ് ഉണ്ടായത്, നീതിയുടെ വിജയമാണ് സുപ്രീം കോടതി ഉത്തരവെന്ന്. അതായത് സെൻകുമാറിനെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് നിയമിക്കണം, അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരണമെന്ന സുപ്രീം കോടതി ഉത്തരവ് നീതിയുടെ വിജയമാണെന്ന് സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രിക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ആ നീതി നടപ്പാക്കുകയല്ലേ വേഗത്തിൽ ചെയ്യേണ്ടത്? അതിന് പകരം വളഞ്ഞ വഴിയിലൂടെ അത് കാലതാമസം ഉണ്ടാക്കുന്നത് ശരിയാണോ? കാലതാമസം ഉണ്ടാക്കിയിട്ടില്ല. കാലതാമസം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നം ചെയ്യണമായിരുന്നു. അത് നടക്കില്ല ശ്രീ രാജു എബ്രഹാം. അതെങ്ങനെ നടക്കും? പോയില്ലല്ലോ. അതെങ്ങനെ നടക്കും? അപ്പൊ കാലതാമസം ഉണ്ടാക്കുക എന്നുള്ള നിയമം അനുശാസിക്കുന്നുണ്ടല്ലോ റിവ്യൂ ഹർജി കൊടുക്കാൻ. ഏത് സുപ്രീം കോടതി വിധിക്ക് റിവ്യൂ ഹർജി കൊടുക്കാം. പക്ഷെ നമ്മളതിനല്ലല്ലോ. നമുക്ക് 100% ജനാധിപത്യപരമായി ജനാധിപത്യ ബോധത്തോടെ സുപ്രീം കോടതിയുടെ വിധി അതിനെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഒരു ക്ലാരിറ്റി ഇക്കാര്യത്തിൽ വേണം. അതുതന്നെയാണ് സർക്കാരിന് ലഭിച്ച നിയമ ഉപദേശം. ആ നിയമ ഉപദേശത്തിനനുസരിച്ചുകൊണ്ട് മാത്രമേ സർക്കാർ പ്രവർത്തിക്കുന്നുള്ളൂ. ആ നിലയിലുള്ള തീരുമാനം നമുക്കെന്തിനാ അധികം കാത്തിരിക്കണ്ട, ഉടൻ തന്നെ ഉണ്ടാവും. അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. പക്ഷെ എല്ലാത്തിനും ഒരു വ്യക്തത വേണം. അല്ലായിരുന്നെങ്കിൽ സുപ്രീം കോടതി പറയണമായിരുന്നു, നിങ്ങൾ ഇന്ന ദിവസത്തിനുള്ളിൽ ഇത് ചെയ്യണം, ഇന്ന തീയതിക്കുള്ളിൽ ഇന്ന സമയത്തിനുള്ളിൽ. സർക്കാർ തീർച്ചയായിട്ടും ചെയ്തേനേയും. സർക്കാർ പ്രതിജ്ഞാബദ്ധമല്ലേ ചെയ്യാൻ. അതിനെ സുപ്രീം കോടതിയെ ബഹുമാനിക്കുകയും ഒരു പുനഃപരിശോധനാ ഹർജി കൊടുക്കുന്നില്ല എന്ന് സർക്കാർ പറയുന്നു. എന്നാൽ പുനഃപരിശോധനാ ഹർജി കൊടുക്കാതെ ഇരിക്കുകയും
ഒപ്പം അതിനകത്തൊരു വ്യക്തത വരുത്താൻ വേണ്ടി ഒരു ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം. രണ്ടും രണ്ട് ഹർജിയാണെങ്കിലും ഈ സമയം എന്നത് അതിൽ രണ്ടിടത്തും ഒരുപോലെ ബാധകമല്ലേ? ഇനിയിപ്പോൾ റിവിഷൻ ഹർജി, പുനഃപരിശോധന ഹർജി കൊടുത്തില്ലെങ്കിൽ വേറൊരു ഹർജി നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ, അവിടെയും ഈ കാലതാമസം എന്നത് വരുന്നുണ്ടല്ലോ. സുപ്രീം കോടതി അതിൽ ഉത്തരവിൽ സമയം എഴുതിയിട്ടില്ല എന്നതുകൊണ്ട് അതിനർത്ഥം അത് അടിയന്തരമായി നടപ്പാക്കണമെന്നല്ലേ അതിന്റെ നിയമപരമായ വ്യാഖ്യാനം? അങ്ങനെയല്ലേ അതിനെ വിലയിരുത്തേണ്ടത്? അതല്ലാതെ എത്രയോ സമയം സർക്കാരിന് എടുക്കാമെന്നാണോ? റിവിഷൻ ഹർജിക്ക് 30 ദിവസത്തെ കാലതാമസമുണ്ട്. 30 ദിവസത്തിനുള്ളിൽ കൊടുത്താൽ മതി. ആ സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്താൽ മതി. അതേസമയം നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഹർജി നാളെ എടുക്കാം സുപ്രീം കോടതിക്ക്, അല്ലെ നാളെ കഴിഞ്ഞ് എടുക്കാം. അതിന്റെ ഒരു ക്ലാരിറ്റിയാണ്, അപ്പം തന്നെ എടുക്കാം സുപ്രീം കോടതിക്ക്. ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നമേ ഉള്ളൂ. അത് ക്ലിയർ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ല അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഈ ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ വേണമെങ്കിൽ കൊടുത്താൽ അപ്പോൾ തന്നെ എടുത്ത് അതിൽ തീരുമാനമെടുക്കാമെന്നാണ് ശ്രീ രാജു എബ്രഹാം പറഞ്ഞത്. റിവ്യൂ ഹർജി കൊടുത്താൽ ഒരുപക്ഷെ 30 ദിവസം വരെ വേണമെങ്കിൽ സർക്കാരിന് വൈകിപ്പിക്കാം. ഇതൊക്കെ പറയുന്നത് എന്തിനായിരിക്കും ഗവൺമെന്റ്? ഞാൻ ഇതിനകത്തൊരു കാര്യമുണ്ട്. ഞാൻ ബഹുമാനായ MLA രാജു എബ്രഹാം സർ പറഞ്ഞത് ഒരു കാര്യത്തിന് ക്ലാരിഫൈ. റിവ്യൂ ഹർജി 30 ദിവസം ഈ പറയുന്നതൊക്കെ തെറ്റ്. അതായത് റിവ്യൂ ഹർജി കൊടുക്കണമെങ്കിൽ എറർ അപ്പാരൻറ്റ് ഓൺ ദ ഫേസ് ഓഫ് റെക്കോർഡ്സ് വേണം. അവിടെ നിലവിൽ കോടതി പരിശോധിച്ച ആ രേഖകൾക്ക് അനുസൃതമായ ഒരു എറർ സംഭവിച്ചു എന്ന് ബോധ്യപ്പെടുത്തണം. ആ ജഡ്ജ്മെൻറ്റിൻ്റെ 100 പാരഗ്രാഫിൽ അടുത്തുള്ള ജഡ്ജ്മെൻറ്റ് എവിടെയെങ്കിലും അങ്ങനെ ഒരു എറർ സംഭവിച്ചായിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ലോ സെക്രട്ടറി പറഞ്ഞത് റിവ്യൂ എന്ന കാര്യത്തിന് സ്കോപ്പില്ല. അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞ റിവ്യൂവിന് സ്കോപ്പില്ല എന്ന് പറഞ്ഞത്. അതിന് സ്കോപ്പ് ഉണ്ടോ എന്നാണ് ആദ്യം നോക്കിയത്. അതിന് രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ഇനി ഡിലേ ചെയ്യാനുള്ള അടുത്ത വഴി ഈ അപ്പോയിൻമെൻറ്റിൻ്റെ കോൺസിക്വൻഷ്യൽ അപ്പോയിൻമെൻറ്റൊക്കെ എന്ത് ചെയ്യും എന്ന് ഞങ്ങളൊന്ന് ചോദിച്ചു വരാം എന്ന് പറഞ്ഞു. ഇത് ചോദിച്ചിട്ട് പറഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞാലും എന്താ ഒരു ആക്ഷൻ നടത്തുകയല്ലേ ചെയ്യേണ്ടത്? എന്നാൽ ആ ആക്ഷൻ നടത്തിയിട്ട് അതിലാർക്കെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ചർച്ച ചെയ്താൽ മതിയല്ലോ. അതാണല്ലോ വേണ്ടത്. എന്നാൽ ആക്ഷൻ നടത്തുന്നതിനെ ഡിലേ ചെയ്യണമെങ്കിൽ സുപ്രീം കോടതിയിൽ ഒരിക്കൽ കൂടി പോയി വരാം. പക്ഷേ ആ പോക്കിൻ്റെ കുഴപ്പം 2 കാര്യമാണ്. ജുഡീഷ്യറി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഓർഡർ കംപ്ലൈ ചെയ്യാതിരിക്കാൻ ഒരു നടപടി സ്വീകരിച്ചാൽ അത് ലീഡ് ചെയ്യാൻ പോകുന്ന അനാർക്കിസത്തിലേക്കാണ്. അതുണ്ടാകാൻ പാടില്ല. ഇത് ഓട്ടോക്രാറ്റിക് ആക്ഷനാണ്. സുപ്രീം കോടതി പറഞ്ഞാലും ശരി ഞങ്ങൾ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി നടത്താതിരിക്കാൻ നോക്കുമെന്ന് ചിന്തിക്കരുത്. അത് നമുക്ക് ജനാധിപത്യത്തോടൊരു മര്യാദ. ഞാൻ ഈ അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ ഈ ഗവൺമെൻറ്റിന് വേണ്ടി വാദിച്ചിട്ടുള്ളതാണ്. ഗവൺമെൻറ്റിന് എതിരായിട്ടൊരു വിധി വന്നു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഓഫീസർ, ഗവൺമെൻറ് കളക്ടറായാലും RDO ആയാലും ഏതെങ്കിലും ഒരു ഓഫീസർ വന്നാൽ ആ ഓഫീസർ പറയും ഈ വിധി തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, നിയമപരമായി അപ്പീലോ റിവ്യൂ കൊടുക്കാൻ സ്കോപ്പ് ഉണ്ടെങ്കിൽ കൊടുക്കണം. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓഫീസേഴ്സ് പറയും ഇല്ല ഇതിനകത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്, പക്ഷേ അപ്പീലിന് സ്കോപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് തന്നെ കംപ്ലൈ ചെയ്യും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനൊരു കണ്ടംപ്റ്റിൻ്റെ സ്വഭാവത്തിലേക്ക് കോടതി വിധിയെ മാനിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. ഇത് ഒരു എന്താ പറയുന്നത് നമ്മൾ ആ ഒരു സിസ്റ്റത്തിനോടുള്ളൊരു ബഹുമാനം കാണിക്കണമെന്നാണ് പറയുന്നത്. അതില്ലാതെ ഈ ഒരു ഇഷ്യൂ കൊണ്ടല്ല, ഏത് കാര്യത്തിലായാലും ജുഡീഷ്യറിയുടെ ഒരു വെർഡിക്റ്റ് വന്നാൽ അത് നമുക്ക് താല്പര്യമില്ലെങ്കിൽ പോലും പാലിക്കപ്പെടണം എന്നതൊരു ഒരു താല്പര്യത്തോടു കൂടെ മുന്നോട്ട് പോകണം. പിന്നെ അതിന് ഡിലേ ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്നത് തെറ്റാണ്. പണ്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് അഭിഭാഷകർ കോടതിയിൽ കേസ് നടത്തുമ്പോൾ കോടതിയിൽ ചെന്നിട്ട് ഏതെങ്കിലും തരത്തിൽ കേസ് ഉരുട്ടിപ്പരട്ടി ആർക്ക് നീതി എങ്ങനെയെങ്കിലും നിഷേധിക്കാൻ പറ്റുമെങ്കിൽ തട്ടിക്കളയാം. അത്തരത്തിലുള്ള പ്രാക്ടീസ് ശരിയല്ല. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 48 ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ രാജ്യത്തിന് സാധിക്കില്ല എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ രാജ്യമാണിത്. ഈ രാജ്യത്തിന് ഭരണഘടനത്തിന് സുപ്രീമസി കൊടുക്കണം. അതിൽ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കപ്പെടുന്നു ഉറപ്പുവരുത്തണം. അതിന് തെറ്റായി നിന്നാൽ അതിനെ തടയണം. ഞാൻ പറയുന്നത് ഉപദേശകരായ ആളുകൾ മുഖ്യമന്ത്രിക്ക്, കാരണം മുഖ്യമന്ത്രി നിയമപരമായിട്ട് ഏറ്റവും പഠിച്ചു വയ്ക്കുന്ന ആൾ, അദ്ദേഹത്തിന് ഉപദേശകരായിട്ട് ആളുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു വീഴ്ചയുണ്ടെന്ന് തോന്നിയാൽ അദ്ദേഹം തിരുത്തി കൊടുക്കേണ്ട ചുമതലയുള്ള ആളുകൾ തന്നെ പറയുകയാണ് ഇത് ഡിലേ ചെയ്യാൻ. നളിനി നെറ്റോ എന്ന ഓഫീസർ നിങ്ങൾ മനസ്സിലാക്കണം. നളിനി നെറ്റോ എന്നൊരു ക്ലിയർ കട്ടായ നല്ലൊരു ഓഫീസറായിട്ട് ഇതുവരെ പേര് കേട്ട ഒരാളാണ്. ആ ഓഫീസർ ഇപ്പോൾ ട്രബിളിലാണ്. കാരണം കണ്ടംപ്റ്റ് ഒരു സൈഡിൽ കിടക്കുന്നു. ക്ലാരിഫിക്കേഷൻ പെറ്റീഷനിൽ പോകുമ്പോൾ ഇനി എന്താ പറയാൻ പോകുന്നതെന്ന് അറിയില്ല. ഇത്തരം സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പാടില്ല. അതാണ് ശരി. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവിടെ ഇപ്പോൾ സെൻകുമാർ ആ പദവിയിലേക്ക് തിരികെ വരുന്നു, അല്ലെങ്കിൽ ലോക്നാഥ് ബെഹ്റ വിജിലൻസിലേക്കോ എവിടെയെങ്കിലും മാറുന്നു എന്നതിനേക്കാൾ പൊതുസമൂഹത്തിന് പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന പോലീസ് തലപ്പത്ത് അല്ലെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് നിയമപരമായി നിലനിൽക്കുന്ന ഒരു അപ്പോയിൻമെൻറ്റ്, ഒരു നിയമനം ഉണ്ടാകണമെന്നതാണ്. അത് വൈകുന്നതോറും കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമാക്കും. ഇപ്പോൾ ഇദ്ദേഹം ഒപ്പു ചാർത്തുന്ന ഏതെങ്കിലും സർക്കുലർ നിയമപരമായി നിലനിൽക്കുമോ? ആരെങ്കിലും അതിനെ കോടതികളിൽ ചലഞ്ച് ചെയ്താൽ അതിൻ്റെ ഭാവി എന്തായിരിക്കും? അദ്ദേഹത്തിന് നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇപ്പോഴത്തെ DGPക്ക്
സുപ്രീം കോടതി ഉത്തരവ് വന്നതിന് ശേഷം കഴിയുമോ? ആ പദവിയിൽ തുടരാൻ വേറൊരാൾ ഉണ്ട് എന്നിരിക്കെ മറ്റൊരാൾ അവിടെ തുടരുന്നത് നിയമപരമായി സർക്കാരിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? ഇത്തരം ചോദ്യങ്ങൾക്കല്ലേ വ്യക്തത വരുത്തേണ്ടുകയും മറുപടി പറയുകയും ചെയ്യേണ്ടത്? അതല്ലാതെ സെൻകുമാറിന്റെ നിയമനം സംബന്ധിച്ചുള്ള വ്യക്തതയാണോ സർക്കാർ വരുത്തേണ്ടത്? ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട വക്കീൽ സൂചിപ്പിച്ചത് 100% ശരിയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട MLA പറയുന്നത് ഞങ്ങൾ പുനഃപരിശോധനാ ഹർജി കൊടുക്കാതിരുന്നത് ഏതോ ഒരു ഔദാര്യം പോലെയാണ് പറയുന്നത്. അങ്ങനെ ഒരു ഔദാര്യത്തിന്റെ പ്രശ്നവുമില്ല. പുനഃപരിശോധനാ ഹർജി കൊടുക്കണമെങ്കിൽ, റിവ്യൂ പെറ്റീഷൻ കൊടുക്കണമെങ്കിൽ ഇതേ വിധി പുറപ്പെടുവിച്ച ഇതേ കോടതിയുടെ മുമ്പിൽ വേണം കൊടുക്കാൻ. അപ്പൊ അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് മുഴുവൻ കേന്ദ്രങ്ങളിൽ നിന്നും ഉപദേശം ചോദിച്ച് ഉപദേശം കിട്ടി. ആ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറിയത്. അല്ലാതെ ഒരു ഔദാര്യമൊന്നും കാണിച്ചൊന്നുമല്ല. ഏതെങ്കിലും ഒരു പഴുത് റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ ഈ ഗവൺമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ റിവ്യൂ പെറ്റീഷനുമായി മുന്നോട്ട് പോകും. റിവ്യൂ പെറ്റീഷന് കോടതി എടുക്കുന്ന സമയം എത്രയാണ്? അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ്. വക്കീൽ പറഞ്ഞ 100% ശരിയാണ്. ഈ വിധി ഇംപ്ലിമെന്റ് ചെയ്യാൻ കാലതാമസം വരുത്തുന്നത് വഴി നമ്മുടെ രാജ്യം, സംസ്ഥാനം അനാർക്കിയിലേക്ക് പോവുകയാണ്, അരാജകത്വത്തിലേക്ക് പോവുകയാണ്. ഇനി ഈ രാജ്യത്ത് ഒരു ഗവൺമെന്റ് പരമോന്നത കോടതിയുടെ വിധി ലംഘിച്ചാൽ, നടപ്പാക്കാൻ കാലവിളംബപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ അത് നടപ്പാക്കുന്നതിന് പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയാൽ പിന്നെ ആർക്കാ ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയോട് ബഹുമാനം വരിക? അതിനെ അംഗീകരിക്കുക, ആദരിക്കുക? അപ്പൊ പിന്നെ അരാജകത്വത്തിലേക്ക് രാജ്യം പോകും. അപ്പൊ അരാജകത്വത്തിലേക്ക് ഒരു നാടിനെ നയിക്കാൻ നാടിന്റെ ഭരണാധികാരി നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം വലിയൊരു സിറ്റുവേഷൻ ഉണ്ടോ? നമുക്കൊക്കെ പല രോഗങ്ങളുമുണ്ട്. ആ രോഗങ്ങൾക്കൊക്കെ ചികിത്സിച്ച് വാർദ്ധക്യകാലം വരുമ്പോൾ പല രോഗങ്ങൾ നമ്മളെ ആക്രമിക്കും. അതിന് മൾട്ടി ഓർഗൻ ഫെയിലുവർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എന്ന് പറഞ്ഞ പോലെ ഇത് ഒരു ചികിത്സ കൊണ്ട് ഭേദമാക്കാമായിരുന്ന ഒരു രോഗം ഇപ്പൊ മൾട്ടി ഓർഗൻ ഫെയിലുവറിലേക്കാണ് ഇപ്പോ ഒരു ക്ലാരിറ്റി പെറ്റീഷനുമായി ഗവൺമെന്റ് പോയതിലൂടെ വരാൻ പോകുന്നത്. കാരണം എന്താ? ഇപ്പൊ സെൻകുമാറിനെ സംബന്ധിച്ചിടത്തോളം 5-ാം തീയതി അദ്ദേഹം കൊടുത്ത പെറ്റീഷൻ എടുക്കുകയാണ്. അപ്പൊ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി സുപ്രീം കോടതിയിൽ ഒരു വിധി വരും. ആ വിധി ഒരിക്കലും നിയമജ്ഞന്മാരായ അല്ലെങ്കിൽ നിയമത്തിന്റെ ഭാരപാഠം അറിയാവുന്ന എല്ലാവർക്കും അറിയാം, സംസ്ഥാന ഗവൺമെന്റ് അനുകൂലമായിട്ടൊരു വിധിയല്ല വരുന്നത്. ഈ പറഞ്ഞ പോലെ ഈ പറയപ്പെടുന്ന ചീഫ് സെക്രട്ടറി ഒക്കെ ഒരു പ്രത്യേക പരിസ്ഥിതിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ ഇതൊരു അപമാനമാണ്. ആ അപമാനം ഈ സ്റ്റേറ്റ് ഉണ്ടാക്കി വെച്ചത് മുഖ്യമന്ത്രിയുടെ പിടിവാശിയല്ലേ, ദുർവാശിയല്ലേ? അവിടെ ഇപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഇവിടെ ഒരു ഉദ്യോഗസ്ഥന്റെ പ്രശ്നത്തിൽ ഇത്ര വലിയ ദുരഭിമാനം കാണിക്കേണ്ട കാര്യം എന്താ? ഒരു കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം. ഈ സെൻകുമാർ ആ കസേരയിൽ വന്നാൽ ഈ കഴിഞ്ഞ 1 വർഷക്കാലമായി ഗവൺമെന്റ് ലോക്നാഥ് ബെഹ്റ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അപമാനം 2 മാസം കൊണ്ട് ഒരുപക്ഷെ ഒഴിവായി കിട്ടും. ഞങ്ങളത് ആഗ്രഹിക്കാത്ത ആളുകളാ. കാര്യം ലോക്നാഥ് ബെഹ്റ കേരളത്തിന്റെ DGP ആയിട്ടിരിക്കുന്നതാണ് പ്രതിപക്ഷത്തിന് ഏറ്റവും നല്ലത്. കാരണം ഇത്ര വിവാദങ്ങൾ ഉണ്ടാക്കുന്ന, ഇത്ര ഞങ്ങൾക്ക് വീഴ്ച പറ്റി എന്ന് ആവർത്തിച്ചു പറയുന്ന ഒരു DGPയെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ DGPയുടെ കീഴിൽ ഉദ്യോഗസ്ഥന്മാർ ഇന്ന് അനുസരണാശീലമില്ലാത്തവരായി മാറിയിരിക്കുന്നു. വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാട്. അതുകൊണ്ട് സെൻകുമാറിനെ പോലെ ഉദ്യോഗസ്ഥൻ വന്നാൽ കേരളത്തിലെ പോലീസിൽ വീണ്ടും ഒരു ഡിസിപ്ലിൻ വരും. കേരളത്തിലെ ഈ പറയപ്പെടുന്ന രീതിയിൽ ഈ സദാചാര ഗുണ്ടായിസം ഇനി അഴിഞ്ഞാടാൻ പോകുന്നില്ല. പല കാര്യങ്ങൾക്കും നിവർത്തി വരും. സുപ്രീം കോടതിയും പറഞ്ഞല്ലോ, നിങ്ങൾ സെൻകുമാറിനെ മാറ്റി ലോക്നാഥ് ബെഹ്റയെ വെച്ചിട്ട് എന്തായി കേരളത്തിൽ? അന്ന് 2 ആരോപണം പറഞ്ഞു. ഇപ്പൊ എത്ര ആരോപണമാണ് നിങ്ങളുടെ DGPക്കെതിരെ? ചോദിച്ചില്ലേ? അപ്പൊ ഞാനതാ പറഞ്ഞത്, ഈ കോടതി വിധി നടപ്പിലാക്കാത്തത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളുടെ ഹേതു കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അത് മുഖ്യമന്ത്രി ഒരിക്കലും ഒഴിവാക്കാനാണ് തയ്യാറാകേണ്ടത്. അല്ലാതെ സ്റ്റേറ്റിനെ അരാജകത്വത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു ഭരണാധികാരി ഒരിക്കലും തയ്യാറാകാൻ പാടില്ല. ശരി, ഞാൻ വരാം. ശ്രീ രാജു എബ്രഹാം, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, NIA-യിൽ നിന്നും വലിയ ജോലിയിൽ, വലിയ പദവിയിലിരുന്നയാൾ, CBI-യിൽ വലിയ പദവിയിലിരുന്നാൾ, അങ്ങനെ ഒരാളിനെയാണ് ഈ പദവിയിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം ഇവിടെ ഇരിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഇപ്പോൾ സുപ്രീം കോടതി ഒരു ഉത്തരവ് പറഞ്ഞു, ആകട്ടെ അത് നടപ്പിലാക്കാമെന്ന്. ഈ NIA-യിൽ നിന്നും CBI-യിൽ നിന്നുമൊക്കെ വലിയ പദവിയിലിരുന്നയാൾ കേരളത്തിൽ വന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചുവല്ലോ, പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൻ്റെയും ജിഷ കേസിൻ്റെയും പേരിൽ ഇദ്ദേഹത്തെ, സെൻകുമാറിനെ പദവിയിൽ നിന്ന് നീക്കിയെന്ന് പറയുന്ന സർക്കാർ അതേ മാനദണ്ഡം ഇവിടെ ബാധകമാക്കിയാൽ ഈ ലോക്നാഥ് ബെഹ്റയെ എപ്പോൾ മാറ്റേണ്ടതായിരുന്നു?
വാളയാറിലെ സഹോദരിമാരുടെ ദുരൂഹ മരണത്തിന്റെ കേസിൽ എന്താണ് സംഭവിച്ചത്? മാധ്യമങ്ങളിലൂടെ വലിയ വാർത്തയും ചർച്ചയുമായപ്പോഴല്ലേ അതിൽ അന്വേഷണമെങ്കിലും തുടങ്ങിയത്? കുണ്ടറയിലെ പെൺകുട്ടിയുടെ ദുരൂഹ മരണത്തിലെ കേസിലെ പ്രതിയെ എപ്പോഴാണ് പിടിച്ചത്? ജിഷ്ണുവിന്റെ കേസിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? നമുക്ക് എണ്ണി പറഞ്ഞാൽ എത്ര കേസുകൾ പറയാം. എത്ര പോലീസ് താഴെ തട്ടിലുള്ള എത്ര പോലീസ് ഓഫീസർമാരെ ഈ ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്? മുഖ്യമന്ത്രി എത്ര തവണ എണ്ണി പോലീസിന് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞു. എറണാകുളത്ത് നടന്ന ശിവസേനയുടെ സദാചാര ഗുണ്ടായിസത്തിന്റെ കേസിൽ അടക്കം എത്ര കേസിൽ വീഴ്ച വന്നുവെന്ന് എണ്ണി പറഞ്ഞു. ഇന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു വീഴ്ചയുടെ കാര്യം. താങ്കൾ എണ്ണിയിട്ടുണ്ടാകുമെങ്കിൽ 3 തവണ അതും പറഞ്ഞു. അപ്പോൾ NIA-യിൽ നിന്നും CBI-യിൽ നിന്നുമൊക്കെ വന്ന ഉദ്യോഗസ്ഥനും ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്തു എന്ന് കരുതുന്നുണ്ടോ താങ്കൾക്ക്? രണ്ട് കാര്യമാണുള്ളത്. ഒന്ന്, റിവ്യൂ ഹർജി. റിവ്യൂ ഹർജിക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ വാദഗതികളുണ്ട്. ഇപ്പോൾ പുറ്റിക്കലെ സംബന്ധിച്ച് സുപ്രീം കോടതി വിധിക്കകത്ത് റിവ്യൂ കൊടുക്കാം. എന്താ കാരണം? ജില്ലാ കളക്ടർ പറഞ്ഞു പുറ്റിങ്ങൽ വെടിക്കെട്ടുണ്ടാകാൻ പാടില്ല. പക്ഷെ പോലീസ് അനുമതി കൊടുത്തു. അത് DGP അറിയാതെയാണോ പോലീസ് അനുമതി കൊടുത്തത്? സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് റിവ്യൂ ഹർജിക്ക് സ്കോപ്പുണ്ട്. അതാണ് ഞങ്ങൾ സൂചിപ്പിച്ച ഒരു കാര്യം. ജിഷ കേസിൽ അവിടെ FI സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് 18 ദിവസം കഴിഞ്ഞാണ് FIR എടുക്കുന്നത്. എന്തു താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ്? തുടക്കത്തിൽ തന്നെ ജിഷ കേസ് പഴപ്പിച്ചില്ലേ? ആ ജിഷ കേസിന്റെ ഘാതകരെ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകേണ്ടി വന്നില്ലേ അറസ്റ്റ് ചെയ്യാൻ? പിന്നെ എൻ്റെ സുഹൃത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ഈ സർക്കാരിന്റെ കുഴപ്പവും കഴിഞ്ഞ സർക്കാരിന്റെ നേട്ടവും സൂചിപ്പിച്ചു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്താ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ക്രമസമാധാന പാലനം? ഇവിടെ എന്നെ മന്ത്രിമാർ മാറി മാറി ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി കരഞ്ഞു നടക്കുക. ഒരു FIR എങ്കിലും എടുത്തോ? 2 MLA-മാർ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് FIR എടുത്തിട്ട് നടപടി സ്വീകരിച്ചോ ഈ ഒരു ഗവൺമെന്റ്? എത്രയോ കേസുകളാണ് ഇവിടെ കവർച്ച, പിടിച്ചുപറി, അഴിമതിയുടെ നാടായിട്ട് കേരളത്തെ മാറ്റിയില്ലേ? അതാണോ ഇപ്പൊ കേരളം? അപൂർവമായിട്ട് ചില ഒറ്റപ്പെട്ട കൊച്ചു കൊച്ചു സംഭവങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച വന്നാൽ അവിടെ നടപടിയാണ്. ആരാണോ വീഴ്ച അവിടെ നടപടി. 8-ലധികം SI-മാരെ സസ്പെൻഡ് ചെയ്യേണ്ടതിന്റെ കാരണം എന്താ? അവിടെ നടപടി കണ്ടു. അതല്ല ഈ സർക്കാർ ആഗ്രഹിക്കുന്നത്. അതേസമയം കുറ്റകൃത്യങ്ങൾ, റുമേനിയക്കാരനാണെങ്കിൽ റുമേനിയക്കാരനെ പിടിക്കും. ഇന്ത്യ രാജ്യത്തിലെ ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള കവർച്ചാ സംഘം ഇവിടെ വന്നാലും അവരെയൊക്കെ തന്നെ മിനിറ്റ് വെച്ച് പിടിക്കുന്ന ഒരു സമീപനം ഇവിടെ ഉണ്ടായി. കുറ്റകൃത്യങ്ങൾ ഉണ്ടാവുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുറ്റകൃത്യങ്ങളിൽ കൃത്യമായ നടപടി, ആ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടുന്ന ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതാണ് ജിഷ കേസിൽ ഉണ്ടായത്. അത് ചെറിയ കാര്യമൊന്നുമല്ല. അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ കഴിഞ്ഞ സർക്കാരിനെ ആട്ടിപ്പായിച്ച് 90 സീറ്റ് നൽകി ഇടതുപക്ഷ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നത്. ആ വാക്കു പാലിക്കാൻ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥൻ കേരളത്തിന്റെ പോലീസിന്റെ തലപ്പത്തുണ്ടായത്. ജിഷ്ണു കേസിൽ വളരെ ആത്മാർത്ഥമായ സമീപനം തന്നെ ഉണ്ടായി. എന്താ സംശയം? അങ്ങനെയായിരുന്നെങ്കിൽ ഈ ഉദ്യോഗസ്ഥനെ മാറ്റിയോ എന്ന് ചോദിച്ചല്ലോ. കേരളത്തിലെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി തന്നെ ചോദിച്ചുവല്ലോ, ഈ ഉദ്യോഗസ്ഥനെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാറ്റി കാണണമല്ലോ, ഇതേ മാനദണ്ഡം അവിടെയും ബാധകമല്ലേ എന്ന്. ഏത് കേസിനകത്താ സുപ്രീം കോടതി ചോദിച്ചത്? കേരളത്തിൽ ആ സമയത്ത് ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ മഹിജ തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന സമയമായിരുന്നു. ആ സമരം അടക്കം ചൂണ്ടിക്കാട്ടി കോടതി ചോദിച്ചത്, ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ, നിരാഹാര സമരമടക്കം, ഒരു മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ നിരാഹാര സമരമടക്കം നടക്കുന്നുണ്ടല്ലോ, ഈ ഘട്ടത്തിൽ നിങ്ങൾ ആ DGP-യെ മാറ്റി കാണുമല്ലോ എന്ന് സർക്കാരിനോട് ചോദിച്ചിരുന്നു. സുപ്രീം കോടതിക്ക് എന്ത് വേണേ ചോദിക്കാം. പക്ഷെ യഥാർത്ഥ സംഭവം നമുക്കറിയാമല്ലോ. മഹിജ DGP-യെ കാണാൻ അനുമതി ചോദിച്ചു. 6 പേരെയാണ് ചോദിച്ചത്. 6 പേർക്ക് അനുമതി കൊടുത്തു. വന്നപ്പോൾ അതിൽ കൂടുതൽ ആളുകളുണ്ട്, മഹിജയുമായി ബന്ധമില്ലാത്ത ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ജാഥയായി പോകുന്നതിനെ തടഞ്ഞു. അവർ പറഞ്ഞു 18 or 16 പേരെ കൊണ്ടുപോകണം. അതല്ലേ ഉണ്ടായത്. പോലീസ് അവിടെ ദേഹത്ത് തൊട്ടില്ലല്ലോ. അവരാളുകൾ ഉന്തും തണ്ടി അവരവിടെ വീണു. പോലീസ്, വനിതാ പോലീസ് എന്താ ചെയ്തേ? നമ്മൾ കണ്ടതല്ലേ വിഷ്വൽ മീഡിയക്കകത്ത്. അവരെ സഹായിക്കാനായിട്ട് 2 കൈയും നീട്ടിക്കൊടുത്ത് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ തെറ്റിദ്ധാരണ സുപ്രീം കോടതിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും
സർക്കാർ റിവ്യൂ നൽകി ആ വാചകങ്ങൾ തിരുത്തേണ്ടതാണ്. അതിനകത്ത് എന്താ സംശയം? എന്താ എന്നിട്ട് എന്തുകൊണ്ട് റിവ്യൂ നൽകുന്നില്ല? ശ്രീ രാജഗോപാൽ, താങ്കൾ പറയുന്നത് വെച്ചാണെങ്കിൽ ഈ ഉത്തരവിന് റിവ്യൂ ഹർജി നൽകാൻ സർക്കാരിന് കഴിയും. ഇപ്പോൾ പുറ്റിങ്ങൽ കേസിന്റെ കാര്യവും ജിഷ കേസിന്റെ കാര്യവും പറഞ്ഞു. അതിൽ DGPയുടെ ഭാഗത്തുനിന്നും വീഴ്ച വന്നിട്ടുണ്ടെന്ന് ഈ സർക്കാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, സുപ്രീം കോടതിക്ക് മുൻപാകെ വസ്തുതാപരമായ പിഴവ് സുപ്രീം കോടതിക്ക് വന്നിട്ടുണ്ടെന്ന് സർക്കാരിന് ബോധ്യമുണ്ടെങ്കിൽ റിവ്യൂ നൽകണം. റിവ്യൂ നൽകാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? ഈ ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ എന്ന ഈ ടെക്നിക്കാലിറ്റി മാറ്റിവെച്ചിട്ട് ഒരു റിവ്യൂ ഹർജി സമർപ്പിക്കണം. എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല ഗവൺമെന്റ്? സുപ്രീം കോടതി വിധി ഞങ്ങൾ ലംഘിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സുപ്രീം കോടതി വിധി ഞങ്ങൾ താമസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ അനാർക്കി എന്ന് പറഞ്ഞൊരു വാക്ക് വെറുതെ കൊണ്ടിട്ട് അടയ്ക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഭരണകൂടം ഇല്ലാതെ പട്ടാള ഭരണം വരുന്ന ഒരു സന്ദർഭത്തിലോ അല്ലെങ്കിൽ രാജ്യത്തിന് ഭരണാധികാരി ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിലോ ആണ് ഒരു ജനാധിപത്യ രാജ്യത്ത് അനാർക്കി ഉണ്ടാവുന്നത്. അങ്ങനെ വെറുതെ ഒരു വലിയ വാക്കിനെ നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ എന്താ, കേരളത്തിൽ എന്താ ഇപ്പൊ പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവിടെ ആകെ ചുമ്മാതെ ഉണ്ടാക്കുന്ന ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി ഒരു വിവാദം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലാതെ വളരെ ഭംഗിയായി ഒരു ഗവൺമെന്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയായി കേരളത്തിലെ സാധാരണക്കാരൻ, കേരളത്തിലെ പാവപ്പെട്ടവൻ, കേരളത്തിലെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പഠിച്ച കുട്ടികൾ, പെൻഷൻ വാങ്ങുന്നവർ, അങ്ങനെ കേരളത്തിലെ സാധാരണക്കാർ സമാധാനത്തിന്റെ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താ കേരളത്തിൽ പ്രശ്നം? ഒരനാർക്കിയില്ല. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ സുപ്രീം കോടതിയെ ധിക്കരിക്കാനോ സുപ്രീം കോടതിയെ മാറ്റി നിർത്താനോ ഈ ഗവൺമെന്റ് തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു റിവ്യൂ ഹർജിക്ക് പോയി താമസിപ്പിക്കാൻ തയ്യാറാവാത്തത്. അതുകൊണ്ടാണ് ഒരു ക്ലാരിഫിക്കേഷൻ. ആ ക്ലാരിഫിക്കേഷൻ നാളെ വരട്ടെ. ശരി, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇത് ഫലത്തിൽ ശ്രീ രാജു അബ്രഹാം പറയുന്നത് വെച്ച് നോക്കിയാൽ സെൻകുമാറിനോടുള്ള ഈ സർക്കാരിന്റെ ഔദാര്യം മാത്രമാണ്. അതല്ലായിരുന്നുവെങ്കിൽ, സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സർക്കാരിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ റിവ്യൂ കൊടുക്കാമായിരുന്നു. അതിനുള്ള എല്ലാ പ്രൊവിഷനും ഉണ്ട്, അതിനുള്ള സാധ്യതയുമുണ്ട്. വസ്തുതാപരമായ പിഴവുകൾ ഈ വിധിയിൽ സംഭവിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. ഇത് ഈ വിധി നടപ്പാക്കുന്നത് ഇത് സെൻകുമാറിനോടുള്ള ഒരു ഔദാര്യം മാത്രമായി കണ്ടാൽ മതി. അപ്പൊ ഇനിയിപ്പോ പിണറായി വിജയൻ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, അദ്ദേഹത്തിന്റെ നിയമോപദേഷ്ടകനെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് രാജു എബ്രഹാമിനെ വെക്കണം. കാരണം ഇപ്പൊ അദ്ദേഹത്തിന്റെ നിയമോപദേശകനായിട്ട് ആരാണോ ഇരിക്കുന്നത് അദ്ദേഹം കൊടുക്കുന്ന ഉപദേശം തെറ്റാണ്. രാജു എബ്രഹാമിനെ കൊണ്ട് മാത്രമേ മുഖ്യമന്ത്രിക്ക് കറക്റ്റായ ഒരു നിയമോപദേശം കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇനി അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം സ്വീകരിക്കാൻ പാടില്ല, ഇപ്പൊ വെച്ചിരിക്കുന്ന നിയമോപദേശന്റെ ഉപദേശം സ്വീകരിക്കാൻ പാടില്ല. രാജു എബ്രഹാം അതിന്റെ കറക്റ്റ് വഴി പറഞ്ഞു കൊടുക്കും. അത് മുഖ്യമന്ത്രി സ്വീകരിച്ചാൽ അദ്ദേഹത്തിനൊരു കുഴപ്പവുമില്ല. ഇവിടെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, എനിക്കതിന് മറുപടി പറയാനുണ്ട്. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. 1977 ശ്രീ കെ കരുണാകരന്റെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടാൻ കാരണം ഒരു കള്ളസത്യവും മൂലമാണ്. അന്ന് രാജനെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഒരു വിവരം അദ്ദേഹം കോടതിയിൽ പറഞ്ഞു. കസ്റ്റഡി എടുത്തിട്ടില്ല, കോടതി പറഞ്ഞു എടുത്തിട്ടുണ്ട്. ഇത് കള്ളസത്യവാങ്മൂലമാണ്, മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? പുറ്റിങ്ങൽ കേസ് എടുക്കാം. പുറ്റിങ്ങൽ കേസിലെ അന്വേഷണത്തിന് പുറ്റിങ്ങൽ കേസ് എന്റെ കൊല്ലം ജില്ലയിലാണെന്ന് ഞാൻ ആ ദിവസം മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രി ആശ്രാമം ഗസ്റ്റ് ഹൗസിൽ അവൈലബിൾ ക്യാബിനറ്റ് യോഗം വിളിച്ചിട്ടാണ് ജുഡീഷ്യൽ എൻക്വയറിക്ക് ഉത്തരവിട്ടത്. പോലീസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. പോലീസ് അന്വേഷണത്തിന്റെ ഉത്തരവിന്റെ റിസൾട്ട് എന്താ? ആ റിസൾട്ട് കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്യണം, ചാത്തന്നൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്യണം, പരവൂർ സർക്കിൾ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്യണം. അതിന് മേളിലോട്ട് DIG ഉണ്ട്, IG ഉണ്ട്, DGP ഉണ്ട്. ഒരാളെ കുറിച്ചും ആ റിപ്പോർട്ടിൽ ഒരു പരാമർശനവും ഇല്ല. മുഖ്യമന്ത്രി ആ റിപ്പോർട്ടിനകത്ത് എഴുതിയൊക്കെ കൂടെ വെച്ചാണല്ലോ പിന്നെ അന്ന് കൊടുത്തത്. ഇനി രണ്ടാമത്തെ കാര്യം പറയാം. ജിഷ വധക്കേസിൽ ഞങ്ങളുടെ ഗവൺമെന്റ് മാറി, ഈ ഗവൺമെന്റ് വന്നു. ഈ ഗവൺമെന്റ് അന്വേഷണം നടത്തി, പ്രതിയെ പിടിച്ചു, ഒക്കെ സത്യമാ. പക്ഷേ വിവരാവകാശ നിയമപ്രകാരം ഞങ്ങളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം കിട്ടി. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് അന്വേഷണത്തിൽ ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല. കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങി വെച്ച അന്വേഷണം, തുടർന്ന് വന്ന അന്വേഷണം ഫലപ്രദമായി മുന്നോട്ട് നീക്കാൻ കഴിഞ്ഞുകൊണ്ടാണ് പ്രതിയെ പിടിക്കാൻ പറ്റിയത്. അപ്പോ വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ ഉത്തരം രാജു എബ്രഹാമിന് കൊടുക്കാം. അത് വായിച്ചു പഠിക്കട്ടെ. എന്തെങ്കിലും വീഴ്ച കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയോ? ഇവിടെ എന്താ പറ്റിയത്? കേരളത്തിന്റെ ഹോം സെക്രട്ടറിയുടെ കസേരയിൽ ഇരുന്ന ഒരു വ്യക്തി, അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയ ഒരു വ്യക്തി, ഇന്ന് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ഒരു വ്യക്തി മുഖ്യമന്ത്രി എഴുതിയ ഒരു റിപ്പോർട്ട് വലിച്ചു കയറി കളഞ്ഞു. മാത്രമല്ല
അന്ന് കൊടുത്ത സത്യവാങ്മൂലം തിരുത്തി കള്ളസത്യവാങ്മൂലം കൊടുത്തു സുപ്രീം കോടതിക്ക്. സുപ്രീം കോടതി അത് കണ്ടുപിടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ വിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചീഫ് സെക്രട്ടറിയെ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. കാരണം ഈ കള്ളസത്യവാങ്മൂലം കൊടുത്തതിന്റെ പേരിൽ. മാത്രമല്ല, ഒരു കാര്യം ഞാൻ പറയാം. ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഒരു സ്ത്രീ 3 പേര്, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ആ സ്ത്രീ ഒരുപാട് പേരെ മാനഭംഗപ്പെടുത്തിയിട്ടുണ്ട്. ആ മാനഭംഗപ്പെടുത്തിയ കൂട്ടത്തിൽ EP ജയരാജനുണ്ട്. ജയരാജൻ എന്താ ഉള്ളത്? ജയരാജൻ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാമെങ്കിൽ 1 കോടി രൂപയും ഒരു വീടും വെച്ച് തരാമെന്ന് എന്നെ വന്നു കണ്ടു പറഞ്ഞു എന്ന് ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഇന്ത്യ ടുഡേക്ക് ഈ പറയപ്പെടുന്ന സ്ത്രീ കൊടുത്തു. അപ്പൊ മാനഭംഗപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ EP ജയരാജനുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുണ്ട്. സജി ചാക്കോ പറഞ്ഞു ആലപ്പുഴയിൽ വീട് വെച്ച് തരാം, അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കി കിട്ടണം. അതുകൊണ്ട് ആ സ്ത്രീ ആരെയൊക്കെ മാനഭംഗപ്പെടുത്തിയെന്ന് ഇനിയും പറഞ്ഞുകൊണ്ട് നടക്കരുത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവമാനമാണ്. കാരണം വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം പോലെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആളുകളുടെ മുമ്പിൽ പറയരുത്. ആ സ്ത്രീ ആരാന്ന് കേരളത്തിലെ പൊതുജന സമൂഹത്തിന് നന്നായിട്ടറിയാം. ഇനിയും ആ സ്ത്രീയെ കൊണ്ടു നടന്ന് കൂടുതൽ വിഴുപ്പ് നിങ്ങൾ ചുമക്കരുത്. നിങ്ങൾ ആ അധ്യായം അവസാനിപ്പിക്കണം. അതാ എനിക്ക് അക്കാര്യത്തെക്കുറിച്ച് പറയാനുണ്ട്. ഇവിടെ ഞാനൊരു കാര്യം അടിവരയിട്ട് പറയാം. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഔദാര്യവും സെൻകുമാറിന് വേണ്ട. വെള്ളിയാഴ്ച 5-ാം തീയതി വെള്ളിയാഴ്ച രാത്രിയിൽ ഇതേ റിപ്പോർട്ടർ ചാനലിനോട് ഞാൻ പറയുന്നു, ഒരു ചർച്ച കൂടി വെക്കണം. അതിനകത്ത് രാജു എബ്രാഹിമിനെ വിളിക്കണം, എന്നെയും വിളിക്കണം, ഈ വക്കീലിനെ വിളിക്കണം. അന്ന് രാത്രി നമുക്ക് ആ ചർച്ചയിൽ ശരിക്കൊന്ന് വാദിക്കാം. രാജ്മോഹൻ ഉണ്ണിത്താനും ഈ വക്കീലും പറയുന്നതാണോ ശരി, രാജു എബ്രഹാം പറയുന്നതാണോ ശരി എന്ന് സുപ്രീം കോടതിയുടെ വിധി വരട്ടെ, ഈ സെൻകുമാറിന്റെ ഇത് വരട്ടെ. അതേസമയം ഇവർക്ക് ഇപ്പോ ഇതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷൻ കൊടുക്കാം. ക്ലാരിഫിക്കേഷനൊക്കെ അവർ നോക്കും, വായിക്കും, പഠിക്കും. ക്ലാരിഫിക്കേഷൻ അവർ കൊടുക്കും. ഇതിനകത്തൊരു ചുക്കും ഇവർക്ക് അനുകൂലമായി വരാൻ പോകുന്നില്ല. ഞാൻ വെല്ലുവിളിച്ചു പറയുന്നു, പിണറായി വിജയന്റെ കൈകൊണ്ട് സുപ്രീം കോടതി ശ്രീ സെൻകുമാറിനെ കേരളത്തിന്റെ DGP ആയി വെച്ചിരിക്കും. അതോടുകൂടി പിണറായി വിജയൻ എത്രത്തോളം ചെറുതാകാമോ അത്രത്തോളം ചെറുതാകും. ഈ വന്ന നിമിഷം തന്നെ സെൻകുമാറിനെ വെച്ചിരുന്നെങ്കിൽ ശ്രീ പിണറായി വിജയന്റെ പ്രതിച്ഛായ ഉയരുമായിരുന്നു. പിന്നെ കഴിഞ്ഞ ഗവൺമെന്റിന് എങ്ങനെ അധികാരത്തിൽ വന്നു എന്നൊന്നും ഇനി ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇപ്പൊ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ നന്നായി എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാ. എന്താ ഇവിടെ ശരിയാക്കിയത്? കേരളത്തിന്റെ ക്രമസമാധാനത്തെക്കുറിച്ച് താങ്കൾ തന്നെ പറഞ്ഞില്ലേ? എത്ര സദാചാര ഗുണ്ടായിസം കേരളത്തിൽ, എത്ര പോലീസ് ഉദ്യോഗസ്ഥർ. ഈ ലോക്നാഥ് ബെഹ്റ ഒരു 5 കൊല്ലം കേരളത്തിന്റെ DGP ആണെങ്കിൽ പോലീസ് സർവീസിൽ SIയും കാണില്ല, CAയും കാണില്ല. എല്ലാത്തിനെയും തട്ടും. പുതിയ റിക്രൂട്ട്മെന്റ് വെക്കേണ്ടി വരും. എന്താ കാര്യം? വീഴ്ച ആരുടെ വീഴ്ചയാ? DGPയുടെ വീഴ്ചയല്ലേ താഴോട്ട്. യഥാ രാജ തഥാ പ്രജ. രാജാവ് എങ്ങനെയാണോ അതുപോലെ തന്നെ പ്രജ. രാജാവ് വളരെ മോശമാ, അതുകൊണ്ട് പ്രജകളും മോശമാ. കേരളത്തിന്റെ പോലീസിന്റെ ചരിത്രത്തിൽ ഇത്ര ഇൻഡിസിപ്ലിൻഡ് ആയ ഒരു സേന ഉണ്ടായിട്ടുള്ളൂ. പറയട്ടെ, കേരളത്തിലെ പൊതുജന സമൂഹം കണ്ടോണ്ടിരിക്കുക. 5 വർഷത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് മാറ്റി ഓരോ വർഷവും ഒരു റഫറൻഡം നടത്താൻ ജനങ്ങൾക്ക് അവകാശം കൊടുത്തിരുന്നെങ്കിൽ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ജനവിധി കൊണ്ട് താഴെ പോകേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ അതിന് മാർഗമില്ലല്ലോ, സഹിച്ചേ പറ്റൂ. 5 കൊല്ലം സഹിക്കാൻ കേരളത്തിലെ ജനങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഈ പാപഭാരം അവർ ചുമക്കുന്നു. ശ്രീ രാജു എബ്രഹാം, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 1 വർഷം ആകുകയാണ്, 1 വർഷം ആകാൻ പോകുന്നു. അപ്പോഴും കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഹാങ് ഓവർ ആണ് പോലീസിന്, അതുകൊണ്ടാണ് ഈ വീഴ്ചകൾ സംഭവിക്കുന്നത് എന്ന ന്യായം ആരോടാണ് ഈ സർക്കാരും ഈ മുഖ്യമന്ത്രിയും നിയമസഭയിൽ പറയുന്നത്? ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 1 വർഷം കഴിഞ്ഞിട്ടും കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഹാങ് ഓവർ ആണ് പോലീസിനെന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് കൊള്ളില്ല എന്നും അത് DGPയെ കൊണ്ട് അതിന് കൊള്ളില്ല എന്നും എന്നല്ലേ അതിന്റെ മലയാളം? അതല്ലാതെ എന്തെങ്കിലും വിശദീകരണമുണ്ടോ അക്കാര്യത്തിൽ? ഹാങ് ഓവർ എന്നത് ഒരു ഗവൺമെന്റിന് കൃത്യമായ നയം ഉണ്ടായിരുന്നുവെങ്കിൽ അത് നടക്കുമായിരുന്നു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ അതേ നയം തന്നെ ഈ ഗവൺമെന്റും പിന്തുടരുന്നു എന്നല്ലേ ഉള്ളൂ അതിന്റെ വിശദീകരണം? കഴിഞ്ഞ സർക്കാരിന്റെ പോരായ്മകൾ ഞാൻ മുമ്പേ ചൂണ്ടിക്കാട്ടിയത് മാത്രമല്ല, UAPയെ സംബന്ധിച്ച് കഴിഞ്ഞ സർക്കാരിന്റെ നയം എന്തായിരുന്നു? ഇവിടുത്തെ രാഷ്ട്രീയ എതിരാളികളെ, ഞങ്ങളുടെ എത്രയോ ആളുകളെ, എത്ര വിദ്യാർത്ഥികളെ പോലും, ഇത്ര വിദ്യാർത്ഥികളെ UAPയെ ചുമത്തി നാടുകടത്തി ജയിലിലിട്ടു. അപ്പോൾ ഒരു ഗവൺമെന്റ് അധികാരം എങ്ങനെയാണ് ദുർവിനിയോഗം ചെയ്യുന്നത് എന്ന് കേരളത്തിന് കാണിച്ചു തന്നൊരു ഗവൺമെന്റാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. എന്ന് മാത്രമല്ല, ഇവിടെ ഇന്ന് നിയമസഭയിലുള്ള TV രാജേഷ് MLA, ജെയിംസ് മാത്യു MLA,
അവരെയൊക്കെ അറസ്റ്റ് ചെയ്തില്ലേ? എന്തിനു വേണ്ടിയാണ്? രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ TP കേസിന്റെ പേര് പറഞ്ഞുകൊണ്ട് എവിടേക്കാണ് പോലീസ് അന്വേഷണത്തെ കൊണ്ടുപോയത്? CPM-ന്റെ ഉന്നതരെ ആരെയൊക്കെ അറസ്റ്റ് ചെയ്യാം? അപ്പം അത്ര നിഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഒരു ഗവൺമെന്റ് പ്രവർത്തിച്ചു. ഇവിടെ RSSകാർ പ്രതികളായിട്ടുള്ള കേസുകൾ, എത്ര കേസുകളാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ പിൻവലിച്ചത്? അതിനെല്ലാം കൂട്ടുനിന്നത് ഈ പോലീസ് സംവിധാനമല്ലേ? ഞങ്ങൾ ഞങ്ങളുടെ ന്യായം വ്യക്തമായി കഴിഞ്ഞു. ഞങ്ങൾ രാഷ്ട്രീയ എതിരാളികളെ UAPA ചുമത്തില്ല, രാഷ്ട്രീയ വൈരാഗ്യത്തോടുകൂടി ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ശബ്ദമാണ്. അതാണ് ജനാധിപത്യ കേരളം ആഗ്രഹിക്കുന്ന ശബ്ദം. അതല്ലാതെ അധികാരം കിട്ടുമ്പോൾ പണ്ട് ഇന്ദിരാഗാന്ധി ചെയ്തതുപോലെ ഒരു നയം, അതിന്റെ പ്രയത്നങ്ങൾ ചെയ്യും. പക്ഷേ പിണറായി വിജയൻ ചെയ്യൂല. ഇടതുപക്ഷം ഈ സർക്കാർ UAPA ചുമത്തിയതിന്റെ പേരിലുള്ള ആക്ഷേപങ്ങൾ പ്രതിപക്ഷമല്ല ഉന്നയിക്കുന്നത്. ശ്രീ രാജു അബ്രഹാം, അത് ഉന്നയിക്കുന്നത് LDF-ലെ ഘടകകക്ഷിയായ CPI ആണ് ഉന്നയിക്കുന്നത്. ഇന്ന് നിയമസഭയിൽ നേരത്തെ കൊടുത്ത ചോദ്യത്തെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തല പറയുന്നുണ്ടായിരുന്നു, ഈ സർക്കാർ വന്ന ശേഷം UAPA ചുമത്തിയത് എത്ര എണ്ണം, അതിലേതൊക്കെ ഒഴിവാക്കി, എന്തൊക്കെയാണ് അതിന് കാരണങ്ങളെന്ന് മുല്ലക്കട രത്നാകരൻ ചോദിച്ച ചോദ്യമടക്കം 111 ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്, ആ നയം ഈ സർക്കാരിന്റെ നയമല്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ എതിരാളികളെ മെക്കിട്ട് കയറാനും അവരെ കൊല്ലാക്കൊല ചെയ്യാനും എടുത്ത UDF സർക്കാരിന്റെ നയങ്ങളുള്ള ആ പ്രേതം അവശേഷിച്ചിട്ടുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിന്റെ ഹാങ് ഓവർ ഉണ്ട്. ഈ സർക്കാരിന്റെ നയമല്ല. അത് തിരുത്തണമെന്ന് ശക്തമായി ഒരു മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയാണ്. തിരുത്തത്തില്ലെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ പ്രേതവും ചുമന്ന് നടക്കുന്ന പോലീസുകാർ ഇതിൽ ഉണ്ടെന്ന് പറയുന്നത് അപമാനമല്ലേ? ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങള് ആധുനിക പോലീസിനെയാണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇടിമുറിക്ക് പകരം ഈ മുറി ഉണ്ടാവണം. ആ നിലയിലേക്ക് നമ്മുടെ പോലീസ് സംവിധാനത്തെ ഉയർത്തണം. സൈബർ സെല്ലിന്റെ പ്രവർത്തനമാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ടത്. അങ്ങനെ ബുദ്ധി ഉപയോഗിച്ചു പോകുന്ന ഒരു പോലീസ് സംവിധാനം വേണമെന്നുള്ളത് കൊണ്ടാണ് പോലീസ് ആക്ടിൽ പോലും വളരെ വിപുലമായ അധികാരങ്ങൾ പോലീസിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ സങ്കല്പത്തിലേക്ക് പോകുന്ന ലോക പോലീസിന്റെ നിലവാരത്തിലേക്ക് പോലീസിനെ കൊണ്ടുപോവുക. അതല്ലാതെ അതാണല്ലോ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ നടന്നത്. ഈ കേരളത്തിലെ ജനങ്ങൾ ഹൈക്കോടതി പോലും എത്ര തവണ പറഞ്ഞു, ഞങ്ങളല്ലല്ലോ പറഞ്ഞത്, ഹൈക്കോടതി പോലും എത്ര തവണ പറഞ്ഞു, നിങ്ങളൊരു പോലീസുകാരനെ പേടിക്കുകയാണോ, നിങ്ങൾ ഗൺമാനെ പേടിക്കുകയാണോ? എത്രയോ ചോദ്യങ്ങളാണ് സർക്കാരിനെതിരെ ചോദിച്ചത്. ഇതിപ്പോൾ ഈ ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ ഒക്കെ സമർപ്പിക്കുകയാണ് നാളെ. താങ്കൾ ചുരുങ്ങിയ വാക്കുകൾ ഇതിന്റെ ഒരു ഭാവി എന്തായിരിക്കും? ഒരു നിയമപരമായി അതിന്റെ ഒരു വിലയിരുത്തൽ നടത്തിയാൽ നിയമപരമായി ഇപ്പോൾ കോടതിയിൽ ഇതുമായി മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു കണ്ടംപ്റ്റ് ഫയൽ ചെയ്ത കണ്ടംപ്റ്റ് കേസ് പെൻഡിങ്ങിൽ നിൽക്കുമ്പോഴാണ് ക്ലാരിഫിക്കേഷൻ പെറ്റീഷനുമായിട്ട് ചെല്ലുന്നത്. ഇപ്പോൾ ക്ലാരിഫിക്കേഷനാണ് വേണ്ടിയിരുന്നതെങ്കിൽ റിവ്യൂവിൻ്റെ സ്കോപ്പ് നോക്കി ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് കൊടുത്തിരിക്കുന്ന ക്ലാരിഫിക്കേഷനാണ്. അപ്പോൾ റിവ്യൂ കൊടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു, അത് പറ്റില്ല എന്ന് പറഞ്ഞു, ക്ലാരിഫിക്കേഷൻ കൊടുത്തു. ഈ സ്റ്റേജിൽ കോടതിയിൽ ചെന്നാൽ ക്ലാരിഫിക്കേഷൻ കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ക്ലാരിഫിക്കേഷൻ കിട്ടില്ല, കണ്ടംപ്റ്റ് ഫേസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. 13/4/2016 കുറ്റിങ്ങൽ അപകടത്തിനെ ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് നളിനി നെറ്റോ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ട് ഫയൽ ചെയ്തു. 26/5/2016 നളിനി നെറ്റോ വേറൊരു റിപ്പോർട്ട് കൊടുക്കുന്നു. ഈ റിപ്പോർട്ട് 13/4 മുതൽ 26/5 വരെയുള്ള ദിവസങ്ങളിൽ ഈ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രശ്നമോ ചിന്തകളൊന്നും നളിനി നെറ്റോയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് എന്ന ഫൈൻഡിംഗ് ആണ് കോടതി എത്തിയിരിക്കുന്നത്. അത്തരമൊരു ഓഫീസറെ കൊണ്ട് ക്ലാരിഫിക്കേഷനുമായിട്ട് അവിടെ ചെല്ലുകയാണ്. എന്നിട്ട് കോടതി ഒരിക്കൽ കൂടി പറഞ്ഞു, ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, ഈ പറഞ്ഞ റിപ്പോർട്ട് കൊടുത്ത ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കേണ്ടി വരും എന്ന് വരെ ഒബ്സർവ് ചെയ്ത ആളെ കൊണ്ട് ക്ലാരിഫിക്കേഷന് പോവുകയാണ്. അവർ തന്നെ കണ്ടംപ്റ്റിലെ റെസ്പോണ്ടൻ്റായിട്ട് നിൽക്കുകയും ചെയ്യുകയാണ്.
ഇതിൻ്റെയൊക്കെ ഇത് ഞാൻ പറഞ്ഞ ഇതിനകത്ത് ലീഗൽ ഉമ്മൻചാണ്ടിക്കെതിരെയോ അല്ലെങ്കിൽ ആര് മുഖ്യമന്ത്രിയായിരുന്നാലും പിണറായി വിജയനെതിരെയോ ഒന്നും പറയലല്ല. ഇത് ഒരു ലീഗൽ അഡ്വൈസ് കൊടുക്കുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് കൊടുക്കണം. ലോ സെക്രട്ടറി കൊടുത്ത ഒപ്പീനിയനാണ്, അതിൻ്റെ ക്ലിയർ കട്ട് ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ട്. ആ ഒപ്പീനിയൻ വിരുദ്ധമായി ഇതിങ്ങനെ പോയാൽ അടങ്ങും, എന്ത് കോൺസിക്വൻസും ഫേസ് ചെയ്യുമെന്ന് പറഞ്ഞ് പോകാൻ പാടില്ല. ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞോട്ടെ, രാജു എബ്രഹാം പറഞ്ഞു നമ്മുടെ പുറ്റിങ്ങൽ കേസിനകത്ത് റിവ്യൂവിന് സ്കോപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതിനകത്ത് ഞാൻ പറയാം, പാരഗ്രാഫ് 19 മുതൽ 31 വരെ ജഡ്ജ്മെൻറ്റ് വായിച്ച് നോക്കുക. 30-31 ഇത് കഴിഞ്ഞൊന്ന് വായിച്ച് 30-31 വളരെ വ്യക്തമായിട്ട് ആ ഇഷ്യൂ മുഴുവൻ പഠിച്ചതിന് ശേഷം അതിന് മറുപടി എഴുതി വെച്ചിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞു കഴിഞ്ഞു, അതിനകത്ത് ഇനി ഒരു സ്കോപ്പും ഇല്ല. എഡിറ്റേഴ്സ് അവർ അവസാനിക്കുന്നു. നമസ്കാരം.